Hello. So, today we are going to deal with the chapter Living World. Hope you enjoyed this video. So, if you like this video, don't forget to like, share, and subscribe. Okay. So, we have decided to complete class 11 biology in 30 days. So, the first chapter is the Living World. Okay. So, first തന്നെ നമുക്ക് എന്താണ് ഡിഫൈനിങ് ഫീച്ചർ എന്നും നോൺ ഡിഫൈനിങ് ഫീച്ചർ എന്നും ഉണ്ട്. അപ്പോൾ എന്താണ് ഡിഫൈനിങ് ഫീച്ചർ എന്ന് വെച്ചിട്ടുള്ളത് നോക്കാം. ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആ ഫീച്ചർ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും ഉണ്ടാവും ഈ ഒരു ഡിഫൈനിങ് ഫീച്ചർ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ അത് നോൺ ലിവിങ് ഓർഗാനിസത്തിൽ പ്രസൻ്റ് ആയിരിക്കില്ല. അതായത് ലിവിങ് ഓർഗാനിസത്തിൽ മാത്രം പ്രസൻ്റ് ആയിരിക്കണ ഒരു ഫീച്ചറിനെയാണ് ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറയുന്നത്. അത് നോൺ ലിവിങ് ഓർഗാനിസത്തിൽ പ്രസൻ്റ് ആയിരിക്കില്ല. ലിവിങ് ഓർഗാനിസത്തിൽ മാത്രം പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫൈനിങ് ഫീച്ചർ. ഓക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചർ ഓഫ് ദ ലിവിങ് ഓർഗാനിസം. ഇനി നമുക്കൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ പറയുകയാണ് നോൺ ഡിഫൈനിങ് ഫീച്ചറാണ്. അതായത് ഡിഫൈനിങ് ഫീച്ചർ അല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിവിങ് ഓർഗാനിസത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി എല്ലാ ലിവിങ് ഓർഗാനിസത്തിൽ കാണുകയും വേണം. ഓക്കെ. നോൺ ലിവിങ് ഓർഗാനിസത്തിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് ലിവിങ്ങിലും പ്രസൻ്റാണ്, നോൺ ലിവിങ്ങിലും പ്രസൻ്റാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലിവിങ്ങിലും നോൺ ലിവിങ്ങിലും പ്രസൻ്റാണ്. ലിവിങ്ങിൽ അതെങ്ങനെയാണ് ഇൻട്രിൻസിക്, പെർമനൻറ്റ്, ഇറിവേഴ്സിബിൾ ആണ്. ദാറ്റ് ഈസ് ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ ലിവിങ്ങിൽ കാണപ്പെടുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ഫ്രം ഇൻസൈഡ് നമ്മുടെ ബോഡിയുടെ അകത്ത് നിന്ന് സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ മാസ് ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇൻട്രിൻസിക് ഗ്രോത്ത് ആണ് അത് സംഭവിക്കുന്നത്. അത് പെർമനൻ്റ് ആണ്. പിന്നീട് എന്ത് ചെയ്യുന്നില്ല, അത് റിവേഴ്സിബിൾ ആവുന്നില്ല. ഓക്കെ. നമുക്കൊരു ഗ്രോത്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യുന്നില്ല, പിന്നെ റിവേഴ്സിബിൾ ആവുന്നില്ല. സോ ഇറിവേഴ്സിബിൾ ഗ്രോത്ത് ആണത്, പെർമനൻ്റ് ആണത്, ഇൻട്രിൻസിക് ആണ്. പിന്നെ ഡെഡ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല, വളരില്ല. അപ്പോൾ നമ്മൾ ലിവിങ് ഓർഗാനിസം തന്നെ ഡെഡ് ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, വളരില്ല. ഓക്കെ. ഇനി നോൺ ലിവിങ് ഒബ്ജക്ട്സ്, ലിവിങ് അല്ലാത്ത ഒബ്ജക്ട്സ് എന്ത് ചെയ്യുന്നറിയോ, എക്സ്ട്രിൻസിക് ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രോത്ത് ഫ്രം ഔട്ട്സൈഡാണ്, പുറത്തു നിന്നാണ് അതിന് ഗ്രോത്ത് സംഭവിക്കുന്നത്. ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് ദി മെറ്റീരിയൽ ഓൺ ദി സർഫസിൽ മെറ്റീരിയൽ അക്യുമുലേറ്റ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു മൗണ്ടെയിൻ ആണ്, അല്ലെങ്കിൽ സാൻഡ് ഡ്യൂൺ ഒക്കെ പറയാം. ഓക്കെ. സാൻഡ് ഡ്യൂൺ എന്ന് പറയുമ്പോൾ ഒരു മൺകൂന. ഓക്കെ. ഇതൊരു സാൻഡ് ഡ്യൂൺ ആണെന്ന് വിചാരിക്കും, ഒരു മണൽക്കൂനൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലെന്ത് ചെയ്യും, പിന്നെയും മണൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഗ്രോ ചെയ്യാൻ തുടങ്ങും. അതുപോലെ മൗണ്ടെയിൻസ് ആയിക്കഴിഞ്ഞാലും ശരി അല്ലേ. അപ്പോൾ അതിങ്ങനെ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ട്രിൻസിക് ആണ്. അതിൻ്റെ മുകളിൽ മെറ്റീരിയൽസ് വന്ന് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷമാണ്, സർഫസിൽ അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നത്. സോ നോൺ ലിവിങ് ഒബ്ജക്ട്സിൽ എക്സ്ട്രിൻസിക് ഗ്രോത്ത് ആണ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ഓൺ ദി സർഫസ്. അതെങ്ങനെയാണ്, റിവേഴ്സിബിൾ ആണ്. ഓക്കെ. ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ ലിവിങ് ഒബ്ജക്ട്സിന് വരുന്ന ഗ്രോത്ത് റിവേഴ്സിബിൾ ആണ്. ലിവിങ് തിങ്സിന് വരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്, അത് ഇൻട്രിൻസിക് ആണ്, പെർമനൻ്റ് ആണ്. ഓക്കെ. ആൻഡ് ദെൻ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രോത്ത്. രണ്ട് ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ഏതൊക്കെയാണ്? ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ് ഓർ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കൂടുകയാണ്, നമ്മുടെ സെൽസിൻ്റെ നമ്പർ കൂടുകയാണ്. അത് ആണ് ഒന്ന് ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് മാസ് ഇൻക്രീസ് ചെയ്താൽ. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രോത്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. മാസ് ഇൻക്രീസ് ചെയ്താൽ ഗ്രോത്ത് സംഭവിച്ചു എന്ന് പറയും. അതുപോലെ തന്നെ നമ്പർ ഓഫ് സെൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രോത്ത് സംഭവിച്ചു എന്ന് പറയും. അപ്പോൾ സോ ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇൻക്രീസ് ഇൻ മാസ്, സെക്കൻഡ് വൺ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ഓർ ഇൻഡിവിജ്വൽ. ഓക്കെ. സോ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തല്ല, ഡിഫൈനിങ് ഫീച്ചർ അല്ല. ഡിഫൈനിങ് ഫീച്ചർ അല്ലാത്തതിന് കാരണം അത് ഏതിലും പ്രസൻ്റ് ആണ്, നോൺ ലിവിങ് തിങ്സിലും പ്രസൻ്റ് ആണ്. ഡിഫൈനിങ് ഫീച്ചർ ആണെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും പ്രസൻ്റ് ആവാൻ വേണം, നോൺ ലിവിങ്ങിലൊന്നും പ്രസൻ്റ് ആവാനും പാടില്ല. സോ ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് ഫീച്ചർ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ നോൺ ലിവിങ് തിങ്സ്, റൈറ്റ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഗ്രോത്ത് ഇൻ ദ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലും എങ്ങനെയാണ് ഗ്രോത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഒരൊറ്റ സെല്ലേ അതിനുണ്ടാവുള്ളൂ. സോ യൂണിസെല്ലുലാർ ആണെങ്കിൽ ലൈക്ക് ദിസ് അല്ലേ, ഒരൊറ്റ സെല്ലേ അതിനുണ്ടാവുള്ളൂ. ആൻഡ് ആ സെല്ല് എന്ത് ചെയ്യും, പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്ഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലായിട്ട് മാറുക അല്ലേ.
അതുപോലെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴും ഈ ഒരു സെൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, എന്നിട്ട് 2 സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ സിനോണിമസ്. അതായത് ഗ്രോത്തും റീപ്രൊഡക്ഷനും എന്താണ്, സെയിം പ്രോസസ്സാണ്. സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോത്തും സംഭവിക്കുന്നത്, റീപ്രൊഡക്ഷനും സംഭവിക്കുന്നത്. ഇത് രണ്ടും സെൽ ഡിവിഷൻ വഴിയാണ് നടക്കുന്നത്. ഗ്രോത്തും റീപ്രൊഡക്ഷനും സിനോണിമസ് ആണ്. ഏത് കേസിൽ? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിനോണിമസ് ആണ്. നമ്മളിവിടെ പറഞ്ഞു നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് ആണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു സെല്ല് 2 സെല്ലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രോത്ത് ആണെന്നാണ്. ഒരു സെല്ല് 2 സെല്ലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റീപ്രൊഡക്ഷൻ ആണെന്നാണ്, അല്ലേ? അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് ഗ്രോത്തും റീപ്രൊഡക്ഷനും നടക്കുന്നത് ഏത് വഴിയാണ്? സെൽ ഡിവിഷൻ വഴിയാണ് നടക്കുന്നത്. സോ അത് സിനോണിമസ് ആണ്. മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. ഇൻക്ലൂസീവ്. ഓക്കെ. ഇനി നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് നടക്കുന്നത്, ഇപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ ഒരുപാട് സെൽസ് ഉണ്ടാവും, അല്ലേ? ഒരുപാട് സെൽസ് ഉണ്ടാവും. അപ്പോൾ ഈ സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഗ്രോത്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പ്രോസസ്സ് തന്നെയാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ. അതൊരോ ഓർഗാനിസത്തിനും ഓരോ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനാണ് വരുന്നത്, അല്ലേ? അപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും എങ്ങനെയാണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. അതായത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. ഓക്കെ, അത് വേറെ പ്രോസസ്സ്. ഗ്രോത്ത് എന്ന് പറയുന്നത് വേറെ പ്രോസസ്സാണ്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേറെ പ്രോസസ്സാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും സെൽ ഡിവിഷൻ വഴിയാണ് നടക്കുന്നത്. രണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്ലാന്റ്സിലും ആനിമൽസിലും എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. പ്ലാന്റ്സിലെ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഇൻഡെഫിനിറ്റ് ഓർ അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. അതിന് എത്ര വേണേ ഗ്രോ ചെയ്യാൻ പറ്റും. അതിന് അൺലിമിറ്റഡ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത്ര ഏജ് വരെ വളരുള്ളൂ അങ്ങനെയൊന്നുമില്ല. പ്ലാന്റ്സ് അൺലിമിറ്റഡ് ആയിട്ട് വളരും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോക്കലൈസ്ഡ്. അതായത് നമുക്കറിയാം പ്ലാന്റ്സിൽ ഒരു റീജിയൻ വേണം. ആ റീജിയൻ്റെ പേരാണ് മെരിസ്റ്റമാറ്റിക് റീജിയൻ. ഈ മെരിസ്റ്റമാറ്റിക് സെൽസിനാണ് ഡിവൈഡിങ് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസ് എവിടെയാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിന് ഡിവിഷൻ നടക്കുന്നത്, സെൽ ഡിവിഷൻ നടക്കുന്നത്. സെൽ ഡിവിഷൻ നടക്കുമ്പോഴേ ഉള്ളൂ സെൽസ് എന്ത് ചെയ്യുക, സെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. അതായത് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് ഇങ്ങനെ ഇത്ര ഏജ്, സെർട്ടൈൻ ഏജ് വരെ ഗ്രോത്ത് നടക്കും എന്നുള്ളതില്ല. എന്ത് ചെയ്യും? അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും പ്ലാന്റ്സിന്. ഇനി അത് ലോക്കലൈസ്ഡ് ആണ്. അതായത് സെർട്ടൈൻ ലൊക്കേഷൻസിൽ മാത്രമേ ഉള്ളൂ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം റൂട്ട്സിൻ്റെ ടിപ്പിൽ മെരിസ്റ്റമാറ്റിക് റീജിയൻ പ്രസൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ റൂട്ടിൻ്റെ ടിപ്പ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്റ്റെമ്മിൽ മെരിസ്റ്റമാറ്റിക് റീജിയൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ റീജിയൻ ഉണ്ടാവും. അപ്പോൾ മെരിസ്റ്റംസ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള റീജിയൻ അവിടെ എന്ത് ചെയ്യും? ഗ്രോത്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആനിമൽസിൽ ഡെഫിനിറ്റ് ഗ്രോത്ത് ആണ് വരുന്നത്. അതായത് ഇത്ര സെർട്ടൈൻ ഏജ് വരെ, ഇപ്പം നമ്മളൊക്കെ വളരുകയാണെങ്കിൽ സെർട്ടൈൻ ഏജ് വരെ നമ്മളൊക്കെ എന്ത് ചെയ്യുള്ളൂ? വളരുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യില്ല? വളരില്ല. ഓക്കെ, അപ്പോൾ സെർട്ടൈൻ ഏജ് വരെയുള്ളൂ ഒരു ഡെഫിനിറ്റ് ഗ്രോത്ത് ആണ്. ഓക്കെ, ആൻഡ് ദെൻ പക്ഷേ സെൽ ഡിവിഷൻ നമ്മുടെ ബോഡിയിലൊക്കെ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില നമുക്ക് ചില സെൽസിനൊക്കെ എന്തുണ്ട്? ലൈഫ് ടൈം ഉണ്ട്, അതായത് ലൈഫ് സ്പാൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ RBC ആണെങ്കിൽ 120 ഡേയ്സ് ആണ് അതിൻ്റെ ലൈഫ് സ്പാന്. ഓക്കെ, അപ്പോൾ ആ 120 ഡേയ്സ് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പോൾ ഈ RBCനെ വീണ്ടും എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ ഡിവിഷനൊക്കെ നടക്കുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സെൽ ഡിവിഷനൊക്കെ നടക്കുന്നുണ്ട് ലോസ്റ്റ് സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ലോസ്റ്റ് സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അതെന്താണ്? ഡെഫിനിറ്റ് ഗ്രോത്ത് ആണ്. ഓക്കെ, ഒരു ഓർഗൻ വളരുക, അല്ലെങ്കിൽ ഒരു ഒരു മാൻ തന്നെ ഫുള്ളായിട്ട് വളരുക, ഒരു ആനിമൽ തന്നെ ഫുള്ളായിട്ട് വളരുക, അങ്ങനെയല്ല. സെർട്ടൈൻ ഏജ് വരെ അതിന് വളർച്ച ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഗ്രോത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ്, ഗ്രോത്ത് ഒരു നോൺ ഡിഫൈനിങ് ഫീച്ചറാണ്. പിന്നെ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻക്രീസ് ഇൻ മാസും ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസും. പിന്നെ ഇത് ലിവിങ്ങിലും പ്രസൻ്റ് ആണ്, നോൺ ലിവിങ്ങിലും പ്രസൻ്റ് ആയതുകൊണ്ടാണ് നോൺ ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറയുന്നത്. ലിവിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇൻട്രിൻസിക്, പെർമനൻറ്റ്, ഇറിവേഴ്സിബിൾ ഗ്രോത്ത് ആണ് നടക്കുന്നത്. ഡെഡ് സബ്സ്റ്റൻസ് വളരുന്നില്ല. ഡെഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലിവിങ് അല്ല കേട്ടോ, ഡെഡ് സബ്സ്റ്റൻസ്.
ഓൾറെഡി ലിവിങ് ആയിരുന്നത് പിന്നീട് ഡെഡായ സബ്സ്റ്റൻസ് വളരില്ല. പിന്നെ നോൺ ലിവിങ് ആയിട്ടുള്ള എക്സ്ട്രിൻസിക് ഗ്രോത്ത് ആണ്, അതായത് ഗ്രോത്ത് ഫ്രം ഔട്ട്സൈഡ് ആണ്, ദാറ്റ് ഈസ് അക്യുമുലേഷൻ ഓഫ് ദ മെറ്റീരിയൽ ഓൺ ദ സർഫസ്. ആൻഡ് എക്സാമ്പിളാണ് മൗണ്ടെയിൻ, ബോൾഡേഴ്സ് ആൻഡ് സാൻഡ് ഡ്യൂൺസ് ഒക്കെ. പിന്നെ യൂണിസെല്ലാർ ഓർഗാനിസത്തിലും മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിലും ഗ്രോത്ത്. യൂണിസെല്ലാർ ഓർഗാനിസം ഗ്രോത്തും റീപ്രൊഡക്ഷനും സിനോണിമസ് ആണ്, സെൽ ഡിവിഷൻ വഴിയാണ് നടക്കുന്നത്. ഇനി മൾട്ടി സെല്ലാർ എന്ന് പറയുന്നത് ഗ്രോത്തും റീപ്രൊഡക്ഷനും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. ഇനി പ്ലാന്റ്സിലുള്ള ഗ്രോത്ത് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാന്റ്സിലുള്ള ഗ്രോത്ത് എങ്ങനെയാണ്? ഇൻഡെഫിനിറ്റ് ഓർ അൺലിമിറ്റഡ് ഗ്രോത്ത്. പ്ലാന്റ്സിന് എത്ര കാലം വേണമെങ്കിലും വളരാൻ പറ്റും, ലോക്കലൈസ്ഡ് ആണ്. പിന്നെ മെരിസ്റ്റമാറ്റിക് സെൽസ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോത്ത് സംഭവിക്കുന്നത്. ഇനി അനിമൽസിൽ ഡെഫിനിറ്റ് ഗ്രോത്ത് ആണ്, സെൽ ഡിവിഷൻ എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ് നടക്കുന്നത്? ലോസ്റ്റ് സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ ഇറ്റ്സ് എ നോൺ ഡിഫൈനിങ് ഫീച്ചർ, അതായത് നോട്ട് ഡിഫൈനിങ് ഫീച്ചർ. ഇറ്റ്സ് നോട്ട് എ ഡിഫൈനിങ് ഫീച്ചർ, അതായത് നോൺ ഡിഫൈനിങ് ഫീച്ചറാണ്. ഇതും നോൺ ഡിഫൈനിങ് ഫീച്ചറാണ്. കാരണം എന്താണെന്ന് നമുക്ക് പിന്നീട് അറിയാം. ഇനി റീപ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണ്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്രോജനി ഓഫ് സിമിലർ കൈൻഡ്, അല്ലേ? സിമിലർ കൈൻഡ് ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുക, സിമിലർ കൈൻഡ് ഓഫ് ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ യൂണിപാരൻ്റലാണ്. ഒരു പാരൻ്റ് തന്നെ എന്ത് ചെയ്യും? വേറെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ഓക്കെ, ഒരു പാരൻ്റ് തന്നെ നമുക്ക് പുതിയൊരു പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പുതിയൊരു ബേബീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബൈ പാരൻ്റലാണ്. 2 പാരൻസ് ആവശ്യമുണ്ട്. ഓക്കെ, 2 പാരൻസ് ആവശ്യമുണ്ട്, അതായത് ഒരു മെയിൽ പാരൻറ്റും ഒരു ഫീമെയിൽ പാരൻറ്റും, അങ്ങനെ 2 പാരൻസ് ആവശ്യമുണ്ട്. ഇതെങ്ങനെയാണ്? ഗാമീറ്റ്സ് ട്രാൻസ്ഫർ വഴിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ യൂണിപാരൻ്റലാണ്, ഒരൊറ്റ പാരൻ്റേ ഉണ്ടാവുള്ളൂ. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ പാരൻ്റൽ ആൻഡ് ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ടെന്നറിയോ? വാരിയേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി സിമിലർ ടു പാരൻസ് ആയിരിക്കും. പാരൻസിനോട് എക്സാക്ട്ലി സിമിലർ ആയിരിക്കും അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂണി പാരൻ്റൽ ആയതുകൊണ്ട് തന്നെ പാരൻസിനോട് എക്സാക്ട്ലി സിമിലർ ആയിരിക്കും. ഇവിടെ ഗാമേറ്റ്സിൻ്റെ ഫ്യൂഷനും ഗാമേറ്റ്സ് ഒന്നുമില്ല. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഗാമേറ്റ്സ് ഒന്നും പ്രസൻ്റ് അല്ല. സോ പാരൻസിനോട് എക്സാക്ട്ലി സിമിലർ ആയിരിക്കും പ്രോജനി എന്ന് പറയുന്നത്. പക്ഷേ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ബൈ പാരൻ്റൽ, 2 പാരൻ്റാണ്, ഗാമീറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനിയിൽ ഒരു വേരിയേഷൻ സംഭവിക്കും. അതായത് ഇപ്പോൾ ഹ്യൂമൻ തന്നെയാണെങ്കിൽ ഫേസിലും ഇതിലൊക്കെ അപ്പിയറൻസിലൊക്കെ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. പക്ഷേ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയായിരിക്കും? എക്സാക്ട്ലി സെയിം ആയിരിക്കും വരുന്നത്. ഇനി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് ബഡ്ഡിങ് നടക്കുന്ന 2 എണ്ണമാണ് ഈസ്റ്റിലും ഹൈഡ്രയിലും. ഈസ്റ്റിലും നടക്കും ബഡ്ഡിങ്, ഹൈഡ്രയിലും നടക്കും. ഈസ്റ്റിലും ഹൈഡ്രയിലും. ഇഫ് ദിസ് ഈസ് എ ഹൈഡ്ര പ്ലാന്റ്, ഈ ഹൈഡ്ര പ്ലാന്റിൻ്റെ ഇവിടെ ഒരു ബഡ്ഡിങ് നടന്നിട്ട് ഇതൊരു ബഡാണെന്ന് വിചാരിക്കുക. ഈ ബഡ് എന്ത് ചെയ്യാൻ പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, പുതിയൊരു ഹൈഡ്രയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി സ്പോസ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഫഞ്ചൈലാണ്. ഫഞ്ചൈൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോസ് ഉണ്ട്. ആസ്കോ സ്പോസ്, വെസീഡിയോ സ്പോസ്, കൊണീഡിയോ സ്പോസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോസ് ഫഞ്ചൈൽ പ്രസൻറ്റ് ഉണ്ട് കേട്ടോ. ഇനി ഫിഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ. യൂണിസെല്ലുലാർ ഓർഗാനിസം ബൈനറി ഫിഷനാണ് നടക്കുന്നത്. അതായത് രണ്ടായിട്ട് ഒരു യൂണിസെല്ലാർ ഓർഗാനിസം ആണെങ്കിൽ അതിന് ഫിഷൻ നടക്കുന്നു. ഫിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കട്ട്, അതായത് അതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു കട്ട് സംഭവിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? ഇത് വേറൊരു ഓർഗാനിസം, അതായത് ദിസ് വിൽ ബിക്കം അനദർ ഓർഗാനിസം ആൻഡ് ദിസ് പാർട്ട് വിൽ ബിക്കം അനദർ ഓർഗാനിസം. അങ്ങനെ ബൈനറി ഫിഷൻ സംഭവിക്കുന്നത്. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് ഇഫ് ദിസ് ഈസ് ആൻ ഓർഗാനിസം, ഇതാണ് ഒരു ഓർഗാനിസം എന്ന് വിചാരിക്കുക. ഈ ഓർഗാനിസത്തിന് ഒരു ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിക്കും, ഇവിടെ വെച്ചിട്ടൊരു കട്ട് സംഭവിക്കും. എന്നിട്ട് ഈ ഒരു കട്ട് ആയിട്ടുള്ള ഈ ഒരു ഓർഗാനിസം, ഈ ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നറിയോ? പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫഞ്ചൈലും ഫിലമെൻ്റസ് ആൽഗെ, പ്രോട്ടോണിമ ഓഫ് മോസസിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിക്കുന്ന എവിടേക്കാണ്? ഫഞ്ചൈ, പിന്നെ ഫിലമെൻ്റസ് ആൽഗെ, പ്രോട്ടോണിമ ഓഫ് മോസസിലാണ് സംഭവിക്കുന്നത്. ആൻഡ് ദെൻ റീജനറേഷൻ എന്നുള്ളതിൽ നമുക്ക് പ്രത്യേകം പുതിയതായിട്ട് റീജനറേറ്റ് ചെയ്ത് വരിക, അതാണ് പ്ലനേറിയയിലാണ് സംഭവിക്കുന്നത്. പ്ലനേറിയ ഈസ് എ ഫ്ലാറ്റ് വർം ആൻഡ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ദി പ്ലാറ്റിഹെൽമിന്തസ്, അതായത് ഫൈലം നോൺ കോഡൈറ്റയിൽ വരുന്ന
നോൺ കോഡേറ്റയിൽ വരുന്ന പ്ലാറ്റി ഹെൽമിന്തസ് ൻ്റെ എക്സാമ്പിളാണ് പ്ലാനേറിയ എന്ന് പറയുന്നത്, ഫ്ലാറ്റ് വർം. ഓക്കെ, സോ ഇത്രയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബഡ്ഡിങ് വരുന്നത് ഏതിലൊക്കെയാണ്? ഈസ്റ്റിലും ഹൈഡ്രയിലുമാണ് ബഡ്ഡിങ് വരുന്നത്. പിന്നെ സ്പോസ് എവിടേക്കാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്? ഫഞ്ചയിൽ മാത്രമാണ്. ഇനി ഫിഷൻ, ബൈനറി ഫിഷൻ ഏതിലാണ്? യൂണിസെല്ലാർ ഓർഗാനിസത്തിൽ ബൈനറി ഫിഷൻ നടക്കുന്നു. പിന്നെ ഫ്രാഗ്മെൻറ്റേഷൻ ഏതിലൊക്കെയാണ്? മൂന്നെണ്ണത്തിലാണ്: ഫഞ്ചൈ, ഫിലമെൻ്റസ് ആൽഗെ ആൻഡ് പ്രോട്ടോണിമോർഫ്മോസസ്. ഓക്കെ, ഫഞ്ചൈ, ഫിലമെൻ്റസ് ആൽഗെ, പ്രോട്ടോണിമോർഫ്മോസസിൽ ഫ്രാഗ്മെൻറ്റേഷനാണ് നടക്കുന്നത്. പിന്നെ റീജനറേഷൻ, പ്ലാനേറിയ, ഫ്ലാറ്റ് വർം, പ്ലാറ്റിഹെൽമിന്തസ്, പ്രോട്ടോണിമ ഓഫ് മോസസിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്, പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ അതിൽ എന്ത് ചെയ്യാണ്? ഈ പ്രോട്ടോണിമക്ക് ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ഇതായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മോസസായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ റീപ്രൊഡക്ഷനിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് നോൺ ലിവിങ് ഒബ്ജക്ട്സ് ഒന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോൺ ലിവിങ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മൗണ്ടെയ്ൻസ് നോൺ ലിവിങ് ആണ്, സാൻഡ് നോൺ ലിവിങ് ആണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ വേറെ എക്സാമ്പിൾ റോക്ക് എടുക്കുകയാണെങ്കിൽ റോക്ക് നോൺ ലിവിങ് ആണ്. ഇതൊന്നും റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല. പക്ഷേ ഒരു കേസ് ഉണ്ട്, ഓൾ ലിവിങ് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. അതാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ മ്യൂളിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ഹോഴ്സിനെയും ഡോങ്കിനെയും നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് ക്രോസ് ചെയ്തിട്ട് ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ് മ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ വർക്കർ ഹണി ബീസ്, അപ്പോൾ ഹണി ബീസിൽ തന്നെ സ്റ്റിറൈൽ ഹണി ബീസും ഉണ്ട്. പിന്നെ വർക്കർ ഹണി ബീസ് എന്ന് പറയുന്നതിന് എന്തിന് കഴിയില്ല? റീപ്രൊഡക്ഷന് കഴിയില്ല. ഓൺലി ക്യൂൻ, ഹണി ബീയിൽ ക്യൂനിന് മാത്രമേ റീപ്രൊഡക്ഷന് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, അല്ലേ? ആൻഡ് വർക്കർ ഹണി ബീസിനൊന്നും കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. പിന്നെ ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസിൽ തന്നെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതായത് ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കപ്പിൾസ് ഉണ്ടാവും, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ. സോ മ്യൂൾ, വർക്കർ ഹണി ബീസ്, പിന്നെ ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ, ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണമാണ് ഇത് നോട്ട് ഡിഫൈനിങ് ഫീച്ചറായി മാറിയത്. ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ആ ഫീച്ചർ ഉണ്ടാവണം. ഓക്കെ, പിന്നെ ഒരു നോൺ ലിവിങ്ങിനും ഉണ്ടാവാൻ പറ്റില്ല. നോൺ ലിവിങ്ങിന് ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ എല്ലാ ലിവിങ്ങിനും ഉണ്ടാവാൻ പറ്റണം എന്നുള്ളത് ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, സോ റീപ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ അത്രയാണ്. അതൊരു ഡിഫൈനിങ് ഫീച്ചർ അല്ല. ഇനി അത് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോജനി, സിമിലർ കൈൻഡ് ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് പഠിക്കാണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് യൂണി പാരൻ്റലാണ്, അതായത് ഒരൊറ്റ പാരൻ്റേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ അവിടെ എന്തല്ല, ഗ്യാമീറ്റ്സ് ഇൻവോൾവ് അല്ല. ഓക്കെ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈ പാരൻ്റലാണ്. ബൈ പാരൻ്റൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവും, മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ടാവും. പിന്നീട് അത് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ വാരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് വൺ ബഡ്ഡിങ്, ഒരു ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അത് നടക്കുന്നത് ഈസ്റ്റിലും ഹൈഡ്രയിലൊക്കെയാണ് നടക്കുന്നത്. ഈസ്റ്റ് ഈസ് ഓൺലി യൂണിസെല്ലുലാർ ഫഞ്ചൈ. ഓക്കെ, നമ്മൾ പിന്നീട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്ന കേസാണ്. ഫഞ്ചൈ ജനറലി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അതിൽ ഓൺലി യൂണിസെല്ലുലാർ ആയിട്ടുള്ളതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റിൽ ബഡ്ഡിങ് നടക്കുന്നുണ്ട്, പിന്നെ ഹൈഡ്രയിലും ബഡ്ഡിങ് നടക്കുന്നുണ്ട്. പിന്നെ ഫഞ്ചൈയിൽ സ്പോസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആസ്കോസ്പോസ്, ബസീഡിയോസ്പോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് സ്പോസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇനി ബൈനറി ഫിഷൻ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് നടക്കുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ ഫഞ്ചൈ, ഫിലമെൻ്റസ് ആൽഗെ, പ്രോട്ടോണിമോർഫ്മോസസ്. റീജനറേഷൻ പ്ലാനേറിയയിലാണ് നടക്കുന്നത്. പ്ലാനേറിയ ഇസ് എ ഫ്ലാറ്റ് വർം ആണ് പ്ലാനേറിയ. അത് പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നോൺ ലിവിങ് ആയിട്ടുള്ളത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, എല്ലാ ലിവിങ്ങും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എക്സാമ്പിളാണ് മ്യൂള്, വർക്കർ ഹണി ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചത് ഗ്രോത്ത്, ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ പഠിച്ചത് റീപ്രൊഡക്ഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ദ സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇത് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഗ്രോത്തും റീപ്രൊഡക്ഷനും മാത്രമേ ഉള്ളൂ നോൺ ഡിഫൈനിങ് ആയിട്ടുള്ളത്. ഇനിയുള്ള ഇതൊക്കെ എന്താണ്? നമ്മൾ ഡിഫൈനിങ് ഫീച്ചറായിട്ടാണ് പഠിക്കുന്നത്. സെല്ലുലാർ ഓർഗനൈസേഷനാണ് ഫസ്റ്റ് വൺ. അപ്പോൾ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ്. മേഡപ്പ് ഓഫ് വൺ ഓർ മോർ സെൽസ്, ഒന്നോ അതിൽ കൂടുതലോ സെൽസ് കൊണ്ട്. ഒരു സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, ഒന്നോ അതിൽ കൂടുതൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഓർഗാനിസംസും ഉണ്ട്, അല്ലേ? അപ്പോൾ എല്ലാ ഓർഗാനിസത്തിലും എന്തുണ്ട്? സെല്ലുലാർ ഓർഗനൈസേഷൻ. സെൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു ഡിഫൈനിങ് ഫീച്ചറാണ്. ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ അതിലെന്തുണ്ടാവും? സെൽസ് പ്രസൻ്റ് ആണ്, സെൽസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും. ഒരു സെല്ലുണ്ടാവും,
യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ, ഒന്നിൽ കൂടുതൽ സെല്ലുണ്ടെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയാം. ഓക്കെ, സോ സെല്ലുലാർ ഓർഗാനിസം ഒരു ഡിഫൈനിങ് ഫീച്ചറാണ്. ഈ സെൽസ് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്ത് ടിഷ്യൂ സിസ്റ്റം ആയിട്ട് മാറും, ടിഷ്യൂ സിസ്റ്റം ഓർഗൻ ആയിട്ട് മാറും, ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറും അല്ലേ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നെക്സ്റ്റ് ഡിഫൈനിങ് ഫീച്ചർ വരുന്നതാണ് മെറ്റബോളിസം. ഇത് സെല്ലുലാർ ഓർഗനൈസേഷൻ ഒരു ഡിഫൈനിങ് ഫീച്ചറാണ്. ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ലിവിങ് ആയിട്ടുള്ള സംഭവങ്ങളിൽ സെൽസ് പ്രസൻ്റ് അല്ല. സെൽ എന്ന് പറയുന്നത് ലിവിങ്ങിൽ മാത്രമേ പ്രസൻ്റ് ഉള്ളൂ, പക്ഷേ എല്ലാ ലിവിങ്ങിലും പ്രസൻ്റ് ആണ്. സോ അതൊരു ഡിഫൈനിങ് ഫീച്ചറാണ്. ഇനി മെറ്റബോളിസം ഒരു ഡിഫൈനിങ് ഫീച്ചറാണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, സം ടോട്ടൽ ഓഫ് ഓൾ റിയാക്ഷൻസ് ഇൻ ദ ബോഡി. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ റിയാക്ഷൻസിനെയും കൂടി നമ്മൾ എന്താ വിളിക്കുന്നത്, മെറ്റബോളിസം. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ എല്ലാ റിയാക്ഷൻസിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം എന്നുള്ളത്. ഓക്കെ, ഇനി മെറ്റബോളിസം 2 ടൈപ്പാണുള്ളത്, ആനബോളിസം ആൻഡ് കാറ്റബോളിസം. ഓക്കെ, ആനബോളിസം ആൻഡ് കാറ്റബോളിസം എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഓഫ് മെറ്റബോളിസം ആണുള്ളത്. ആനബോളിസം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഓർ ബയോസിന്തസിസ് ആണ്. അതായത് ഇപ്പോൾ ഒരു ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുക, അതായത് ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാണ് അല്ലേ, ചെറിയ ഇതിൽ നിന്ന് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതായത് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആനബോളിസം കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. സോ ആനബോളിസം കൺസ്ട്രക്റ്റീവ് പ്രോസസ്സ് ആണ്. ഇനി കാറ്റബോളിസം ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്. കാറ്റബോളിസം എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സ്, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ കാറ്റബോളിസത്തിന് ഒരു എക്സാമ്പിളാണ് റെസ്പിറേഷൻ. ഇപ്പം നമ്മുടെ ബോഡിയുടെ അകത്ത് നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ ഒരു എക്സാമ്പിളാണ്. ഈ സെല്ലുലാർ റെസ്പിറേഷനിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റൊക്കെ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണ്, ഒരു കാറ്റബോളിസം പ്രോസസ്സാണ്. നമ്മുടെ അകത്ത് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആനബോളിസം കാറ്റബോളിസം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, കാറ്റബോളിസം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ്, സി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാറ്റബോളിസം എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് അല്ലേ. അപ്പോൾ CD എന്നുള്ളതാണ് ഓർത്ത് വെച്ചാൽ മതി. ഇനി കാറ്റബോളിസം C വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ അതല്ല കൺസ്ട്രക്റ്റീവ് വരുന്നത്, ആനബോളിസമാണ് കൺസ്ട്രക്റ്റീവ് വരുന്നത്. ഓക്കെ, ആനബോളിസം കൺസ്ട്രക്റ്റീവ് വരും, കാറ്റബോളിസം ഡിസ്ട്രക്റ്റീവ് വരും. ഓക്കെ, C വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാറ്റബോളിസം ആനബോളിസത്തിലാണ് കൺസ്ട്രക്റ്റീവ് വരിക, കൺസ്ട്രക്റ്റീവ് എന്നുള്ളത് ആനബോളിസത്തിലാണ് വരിക, കാറ്റബോളിസത്തിൽ ഡിസ്ട്രക്റ്റീവ്. CD എന്നുള്ള ട്രിക്ക് ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, ഇനി മെറ്റബോളിസമാണ് അപ്പോൾ ഒരു ഡിഫൈനിങ് ഫീച്ചറാണ്. ഇനി മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും മെറ്റബോളിസം എന്ന് പറയും. 2 ടൈപ്പാണുള്ളത്, ആനബോളിസം കാറ്റബോളിസം. ആനബോളിസം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് പ്രോസസ്സും കാറ്റബോളിസം എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സുമാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം മെറ്റബോളിക് റിയാക്ഷൻസ് നമുക്ക് സെൽ ഫ്രീ സിസ്റ്റത്തിലും നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമൊക്കെ അറിയാം അല്ലേ. ടെസ്റ്റ് ട്യൂബിലെ ബേബീനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ് അതൊക്കെ എന്താണ്, ഇൻവിട്രോ, അവിടെ ലിവിങ് ആയിട്ടുള്ള റിയാക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നമ്മളൊരു ബേബീനെ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, അതൊരു മെറ്റബോളിക് റിയാക്ഷനാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഒരു ബേബീനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മെറ്റബോളിക് റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എന്തല്ല, ഒരു ലിവിങ് തിങ് അല്ല. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നടത്തുന്ന ഒരു മെറ്റബോളിക് റിയാക്ഷനെ നമുക്കൊരു ലിവിങ് തിങ് ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ അതൊരു ജസ്റ്റ് ഒരു ലിവിങ് റിയാക്ഷൻ, ആ റിയാക്ഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ലിവിങ് തിങ്, it's surely a living reaction. So metabolic reaction in lab in test tube is not a living thing but surely a living reaction. ഇനി metabolic reaction നമുക്ക് cell free system എന്ന് പറയുന്നത് in vitro എന്നാണ് പറയുന്നത്. in vitro ആയിട്ട് ചെയ്യാൻ പറ്റും, that is outside the body നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയാണ് മെറ്റബോളിസം വരുന്നത്. മെറ്റബോളിസം ഡിഫൈനിങ് ഫീച്ചർ, സം ടോട്ടൽ, ആനബോളിസം കാറ്റബോളിസം ആണ് വരുന്നത്. ഇനി മെറ്റബോളിക് റിയാക്ഷൻ സെൽ ഫ്രീ സിസ്റ്റത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ടെസ്റ്റ് ട്യൂബിൽ വരുന്ന ലാബിൽ ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുന്ന മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് തിങ് അല്ല, പക്ഷെ അതെന്താണ്, ഒരു ലിവിങ് റിയാക്ഷനാണ്. ഇത് ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുന്ന ഇത് എന്തല്ല, അതൊരു ലിവിങ് സിസ്റ്റം അല്ല കേട്ടോ, ഇത് ലിവിങ് തിങ് അല്ല, പക്ഷെ അതെന്താണ്, ഒരു ലിവിങ് റിയാക്ഷനാണ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് റിയാക്ഷനാണ്. നെക്സ്റ്റ് വരുന്നതാണ് കോൺഷ്യസ്നെസ് ഈസ് ഓൾസോ എ ഡിഫൈനിങ് ഫീച്ചർ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഗ്രോത്തും റീപ്രൊഡക്ഷനും മാത്രമാണ് നോൺ ഡിഫൈനിങ് ഫീച്ചർ ആയിട്ടുള്ളത്. ബാക്കി വരുന്ന കോൺഷ്യസ്നെസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ, മെറ്റബോളിസം ഒക്കെ വരുന്നത് എന്താണ്, ഡിഫൈനിങ് ഫീച്ചർ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിമുലായി ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റിമുലായി വരുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ,
സ്റ്റിമുലൈ എങ്ങനെയൊക്കെ സ്റ്റിമുലൈ ഉണ്ട്, ഫിസിക്കൽ സ്റ്റിമുലൈ ഉണ്ട്, കെമിക്കൽ സ്റ്റിമുലൈ ഉണ്ട്, ബയോളജിക്കൽ സ്റ്റിമുലൈ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിമുലൈക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ ഓർഗാനിസംസും, എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്താണ്, കോൺഷ്യസ് ആണ്. ഓക്കെ, അവർ എന്താണ്, അവർക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും, സ്റ്റിമുലൈക്ക് റെസ്പോണ്ട് ചെയ്യും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിമുലൈക്ക് അവരെന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും തൊടുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്തിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു തീയിൽ കൈവച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തിരിക്കും. ഓക്കെ, സോ റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ആ ഒരു ലിവിങ് ഓർഗാനിസത്തിന് മാത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഫോട്ടോ പീരിയഡ് എന്ന് പറയുന്നത് എഫക്റ്റ് റീപ്രൊഡക്ഷൻ സീസണൽ ബ്രീഡേഴ്സ്. ഇപ്പോൾ സീസണൽ ബ്രീഡേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും പ്ലാന്റ്സിലും ആനിമൽസിലും സീസണൽ ബ്രീഡേഴ്സിനെ എന്ത് ചെയ്യും എന്നറിയോ, ഈ ഫോട്ടോ പീരിയഡ് എഫക്റ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ട് ഈ പ്ലാന്റ്സും ഇവരൊക്കെ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫോട്ടോ പീരിയഡ് എഫക്റ്റ് റീപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സിൽ ഉള്ള റീപ്രൊഡക്ഷനെ എന്ത് ചെയ്യും, ഈ ഫോട്ടോ പീരിയഡ് എഫക്റ്റ് ചെയ്യും. ഫോട്ടോ പീരിയഡിസം എന്നുള്ള പ്രോസസ്സ് എന്ത് ചെയ്യും എന്നറിയോ, ഈ സീസണൽ ബ്രീഡേഴ്സിനെ എഫക്റ്റ് ചെയ്യും. സീസണൽ ബ്രീഡേഴ്സ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോ പീരിയഡിസം എന്നുള്ള പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സീസണൽ ബ്രീഡേഴ്സിൻ്റെ റീപ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം അവർ അതിൻ്റെ ആ ഒരു സ്റ്റിമുലൈ വന്നപ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഫോട്ടോ പീരിയഡ് എഫക്റ്റ് റീപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സ്, അതായത് പ്ലാന്റ്സിലും ആനിമൽസിലും സീസണൽ ബ്രീഡേഴ്സിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, ഇപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ഡിഫൈനിങ് ഫീച്ചറാണെന്ന് നമ്മൾ പറഞ്ഞു. സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് മാത്രമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം NCERT-യിലുള്ളത്, ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് മോസ്റ്റ് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വരെയാണ്, മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് മോസ്റ്റ് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദി ഓഫ് ദ ലിവിങ് ഓർഗാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓൺലി കോൺഷ്യസ്നെസ് ആണ് മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് മോസ്റ്റ് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ കോൺഷ്യസ്നെസ് ഡിഫൈനിങ് ഫീച്ചറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിമുലൈക്ക് നമ്മളെല്ലാവരും എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ലിവിങ് ഓർഗാനിസം മുഴുവൻ റെസ്പോണ്ട് ചെയ്യും. അത് ഫിസിക്കലാവാം, കെമിക്കലാവാം, ബയോളജിക്കലാവാം. ഓക്കെ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ലൈറ്റ്, വാട്ടറൊക്കെ ആവാം. കെമിക്കൽ എന്ന് പറയുമ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസിനോടാവാം. ഓക്കെ, ഇനി ഫോട്ടോ പീരിയഡ് എന്ത് ചെയ്യുന്നുണ്ട്, സീസണൽ ബ്രീഡേഴ്സിൻ്റെ റീപ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. റീപ്രൊഡക്ഷൻ ഇൻ ദ സീസണൽ ബ്രീഡേഴ്സിൻ്റെ റീപ്രൊഡക്ഷൻ, അതായത് ബോത്ത് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും റീപ്രൊഡക്ഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് മാത്രമുള്ളൊരു കാര്യമാണ്. ഹ്യൂമൻസ് മാത്രമാണ് സ്വയം സെൽഫായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ളത്. ഇനി മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് മോസ്റ്റ് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി കോൺഷ്യസ്നെസ്. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മുടെ NCERT-യിലുള്ള ലൈൻസ് ആണ്. എല്ലാ ലിവിങ് ഫിനോമിനൻ ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഇപ്പോൾ 5 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് വൺ ഗ്രോത്ത്, പിന്നെ ഗ്രോത്തും റീപ്രൊഡക്ഷനും നോൺ ഡിഫൈനിങ് ഫീച്ചർ ആയിരുന്നു. പിന്നെ സെല്ലാർ ഓർഗനൈസേഷൻ, മെറ്റബോളിസം ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഡിഫൈനിങ് ഫീച്ചറാണ്. ഇതൊരു കോമ പേഷ്യൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. കോമ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ലിവിങ് ആണോ എന്നുള്ളതാണ്. കോമ പേഷ്യൻറ്റിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. ബ്രെയിൻ ഡെഡ് ആയിക്കഴിഞ്ഞിട്ടുള്ളത് അവരെന്തല്ല, കോൺഷ്യസ്നെസ് അല്ല അല്ലേ. ഇപ്പോൾ ബ്രെയിൻ ഡെഡ് ആയിക്കഴിഞ്ഞിട്ടും ലിവിങ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഓക്കെ, എല്ലാ ലിവിങ് ഫിനോമിന. ഇനി പിന്നെ നമ്മുടെ NCERT-യിലുള്ള ലൈൻസ് ആണ്. ഓൾ ലിവിങ് ഫിനോമിന എന്ന് പറയുന്നത് ഡ്യൂ ടു അണ്ടർലൈങ് ഇൻ്ററാക്ഷൻസ് ആണ്. ഇപ്പം നമ്മുടെ ഇതിൽ നടക്കുന്ന ലിവിങ് ഫിനോമിന എന്ത് കാരണമാണ്, ഇപ്പം നമ്മൾ ലിവിങ് ആയിട്ടിരിക്കുന്ന കാരണം എന്താണ്, ഒരു ഫുൾ ഇൻ്ററാക്ഷൻസ് വഴിയാണ് അല്ലേ. അതായത് ഇപ്പം നമുക്കറിയാം സെൽസ്, ഇപ്പോൾ ഇതൊരു സെല്ലാണെന്ന് വിചാരിച്ചു, ഇത് വേറൊരു സെല്ലാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറേ സെല്ലുകൾ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ടിഷ്യൂ ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഈച്ച് ആൻഡ് എവറി സെല്ലിന്, ഇപ്പോൾ ഇത് സെൽ 1, ഇത് സെൽ 2, ഇത് സെൽ 3, ഇത് സെൽ 4, ഈ ഓരോ സെൽസിനും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ഈ ടിഷ്യൂവിനുണ്ടാവും. ഇപ്പോൾ ഈ ടിഷ്യൂവിന് ഒരു പ്രോപ്പർട്ടി എ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ.
പ്രോപ്പർട്ടി എ ഉണ്ടെന്ന് വിചാരിച്ചു ഈ ഒരു ടിഷ്യൂവിന്. ഓക്കെ, ബട്ട് ഈ ഒരു സെൽസിൽ ഈ കണ്ട സെൽസ് ഫുള്ള് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഒറ്റ ടിഷ്യൂ ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സെൽസിലൊന്നും എന്ത് കാണാൻ പറ്റില്ല, ഈ എ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ഈ ടിഷ്യൂവിന് എ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ സെൽസൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ സെൽസിലൊന്നും, ഈ ഇൻഡിവിജ്വൽ സെൽസ് ഓരോ സെൽസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി എ എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത് എന്ത് കാരണമാണ്, ഈ സെല്ലൊക്കെ കൂടി ഇൻ്ററാക്ട് ചെയ്ത കാരണമാണ് ഈ ടിഷ്യൂവിന് ആ ഒരു പ്രോപ്പർട്ടി കിട്ടിയത്. സോ അതാണ് ഇവിടെ പറയുന്നത്, the property of tissue not present in the individual cell. ഓക്കെ, ഇപ്പോൾ സെൽസ് കമ്പൈൻ ചെയ്തിട്ട് ടിഷ്യൂ ഫോം ചെയ്യും. ഈ ടിഷ്യൂവിൻ്റെ പ്രോപ്പർട്ടി, അതായത് എ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നോട്ട് പ്രസൻറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ സെൽ ബട്ട് അറൈസ് ഡ്യൂ ടു ഇൻ്ററാക്ഷൻ എമംഗ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സെൽ. ഇപ്പോൾ ഡിഫറെൻറ്റ് സെൽസ് 1 2 3 4 സെൽസ്, ഈ 4 സെൽസ് കൂടി ചേർന്നിട്ട് ഒരൊറ്റ ടിഷ്യൂ ആയിട്ട് ഫോം ചെയ്തു. ഇതാണ് ആ ടിഷ്യൂ. ആ ടിഷ്യൂവിൻ്റെ അടുത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആവാം, ടിഷ്യൂസിനൊക്കെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. ഇപ്പോൾ ചില ടിഷ്യൂസിന് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ, കവറിങ് ഇങ്ങനെ പ്രോപ്പർട്ടി ഉള്ള ടിഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടിഷ്യൂവിന് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടിയാണെന്ന് വിചാരിച്ചു, എ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ആ പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഓരോ സെൽസ് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ ഓരോ സെൽസിനും പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, ഓരോ സെല്ലെടുത്ത് നോക്കിയാൽ ഈ സെല്ലിന് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ, ഈ സെല്ലിന് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ, ഇല്ല. പക്ഷേ ഈ ടിഷ്യൂവിന് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ ടിഷ്യൂവിന് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി വന്നത് ഈ സെല്ലൊക്കെ കൂടി ഇൻ്ററാക്ട് ചെയ്തിട്ടാണ് ആ പ്രോപ്പർട്ടി വന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ സെൽസിൽ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്, cells combine to form tissue, properties of tissue not present in the individual cell but arise due to interaction among constituent cells. അതുപോലെ തന്നെ സെൽ ഓർഗനൽസിൻ്റെയും മോളിക്കുലാർ ഓർഗനൽസിൻ്റെയും കാര്യം കൂടി നമ്മുടെ NCERT-യിൽ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ലിവിങ് ഓർഗാനിസം. നമ്മുടെ NCERT-യിൽ പറയുന്ന ഒരു കാര്യമാണ് ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്, സെൽഫ് ഇവോൾവിംഗ് ആണ്, സെൽഫ് റെഗുലേറ്റിംഗ് ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം ക്യാപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഇത് NCERT-യിലുള്ള ഒരു ലൈനാണ്. സോ വി ഹാവ് ടു നോട്ട് ദാറ്റ് ലൈൻ. ഓക്കെ, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ളതാണ്, സെൽഫ് ഇവോൾവിംഗ് ആയിട്ടുള്ളതാണ്, സെൽഫ് റെഗുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം. അതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും, എക്സ്റ്റേണൽ സ്റ്റിമുലൈനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഓൾ ലിവിങ് ഓർഗാനിസം പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതും മുൻപ് പ്രസൻറ്റ് ചെയ്തിരുന്ന ഓർഗാനിസവും പിന്നെ ഫ്യൂച്ചറിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗാനിസം ലിങ്ക് ടു വൺ അനദർ ബൈ ഷെയറിങ് എ കോമൺ ജനറ്റിക് മെറ്റീരിയൽ. അവരുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, സെയിം ആണ് അല്ലേ. ഒരു DNA എന്ന് പറയുന്ന ഒരു കോമൺ ജനറ്റിക് മെറ്റീരിയലാണ് അവർ ഷെയർ ചെയ്യുന്നത്. ബട്ട് ഷെയറിങ് കോമൺ ജനറ്റിക് മെറ്റീരിയൽ ബട്ട് വാരിയിങ് ഡിഗ്രീസ്. അതിലെന്തുണ്ട്, ഓരോ ചേഞ്ചസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവല്യൂഷൻ സംഭവിക്കുന്നതോടും അതെന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കോമൺ ജനറ്റിക് മെറ്റീരിയൽ പ്രസൻറ്റിലുണ്ടായിരുന്നതും പാസ്റ്റിലുണ്ടായിരുന്നതും ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നതും എന്താണ്, ലിങ്ക് ചെയ്തിട്ടുള്ളത് ബൈ ഷെയറിങ് കോമൺ ജനറ്റിക് മെറ്റീരിയൽ ബട്ട് ടു വാരിയിങ് ഡിഗ്രീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ പോകുന്നത്, ഇതൊക്കെ NCERT ലൈൻസ് ആണ്. സോ വി ഹാവ് ടു നോട്ട് ദാറ്റ് ലൈൻസ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ആണ് അത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി. എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു എർത്തിലുള്ള ടോട്ടൽ നമ്പർ ആൻഡ് ടൈപ്സ്, എത്ര നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, എത്ര ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട് നമ്മുടെ എർത്തിൽ, അതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ദ സ്പീഷീസ് ഓൺ ദ എർത്ത്, നമ്മുടെ എർത്തിലുള്ള എത്ര നമ്പർ ആൻഡ് എത്ര ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ഒരു ബയോൻ്റെ ഒരു ഡൈവേഴ്സിറ്റി അല്ലേ, ഭയങ്കര ഡൈവേഴ്സാണ്. ആൻഡ് ദെൻ 1.7 to 1.8 മില്യൺ സ്പീഷീസ്, അതായത് സ്പീഷീസിനെയാണ് കേട്ടോ പറയുന്നത്. 1.7 to 1.8 മില്യൺ സ്പീഷീസാണ്. അതായത് 17 ലക്ഷം മുതൽ 18 ലക്ഷം സ്പീഷീസിനെയാണ് നോൺ ആൻഡ് ഡിസ്ക്രൈബ്ഡ്, നമ്മൾ അറിഞ്ഞിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് 17 to 18 മില്യൺ സ്പീഷീസിനെയാണ്. ഇപ്പോൾ നമ്മൾ സ്പീഷീസ് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് ഹ്യൂമൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഹ്യൂമൻസ് അല്ലേ, ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻസ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻസ് ഒരു സ്പീഷീസ് ആണ്
ഓക്കെ. ഇനി ഗ്രൂപ്പ് ഓഫ് ലയണിനെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഗ്രൂപ്പ് ഓഫ് ലയൺ, ഈ ഗ്രൂപ്പ് ഓഫ് ലയൺ എന്താണ്? ഒരു സ്പീഷ്യസാണ്. കുറച്ച് ലയൺസിൻ്റെ കൂട്ടങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊരു സ്പീഷ്യസാണ്. പിന്നെ കുറച്ച് ടൈഗറിൻ്റെ കൂട്ടം എടുക്കുകയാണെങ്കിൽ അതൊരു സ്പീഷ്യസാണ്. കുറച്ച് ഡക്കിൻ്റെ കൂട്ടം എടുക്കുകയാണെങ്കിൽ അതൊരു സ്പീഷ്യസ്. കുറച്ച് ബനിയൻ ട്രീ, കുറച്ച് പ്ലാന്റ്സിൻ്റെ ബനിയൻ ട്രീൻ്റെ കൂട്ടം എടുക്കുകയാണെങ്കിൽ അതൊരു സ്പീഷ്യസാണ്. കുറച്ച് ജാസ്മിൻ്റെ കൂട്ടെടുക്കുകയാണെങ്കിൽ അതൊരു സ്പീഷ്യസ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ഓക്കെ. അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 1.7 to 1.8 മില്യൺ സ്പീഷ്യസ്, അതായത് 17 ലക്ഷം മുതൽ 18 ലക്ഷം വെറൈറ്റി ഓഫ് സ്പീഷ്യസ് നമ്മുടെ എർത്തിലുണ്ട്. അത് നമ്മൾ നോൺ ആൻഡ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാക്സിമം വരുന്നത് ഇൻസെക്റ്റാണ്. 70% വരുന്നത് ആനിമൽസാണ്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ സ്പീഷ്യസ് ഇപ്പോൾ 17 to 18 മില്യൺ സ്പീഷ്യസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്പീഷ്യസിൽ പ്ലാന്റ്സും ഉണ്ട് ആനിമൽസും ഉണ്ട് അല്ലേ. അതിൽ 70% ആനിമൽസാണ്, 22% പ്ലാന്റ്സ് ആണ്. ഓക്കെ. 70% ആനിമൽസും 22% പ്ലാന്റ്സ് ആണ്. ഈ ആനിമൽസിൽ തന്നെ മാക്സിമം വരുന്നത് ഇൻസെക്റ്റാണ്. ഇനി നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ പഠിക്കും 1/3 ഓഫ് ദ ടോട്ടൽ വേൾഡ് സ്പീഷ്യസിൽ വരുന്നത് ഇൻസെക്റ്റാണ്, അതായത് ആർത്രോപോഡ, ഫൈലം ആർത്രോപോഡയാണ് വരുന്നത്. ഓക്കെ. ഫൈലം ആർത്രോപോഡയിലാണ് 1/3. ഓക്കെ. 1/3 ഓഫ് വേൾഡ് സ്പീഷ്യസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ഫൈലം ആർത്രോപോഡ, അതായത് ഇൻസെക്റ്റിൻ്റെ ഫൈലമാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ. 22% പ്ലാന്റ്സും 70% ആനിമൽസും. ഓക്കെ. ആനിമൽസിൽ തന്നെ എന്താണ്? മാക്സിമം ഇൻസെക്റ്റാണ്. ഇത് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ടാക്സോണമി. എന്താണ് ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1.7 to 1.8 മില്യൺ, 17 ലാക്ക്. ഓക്കെ. 1.7 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ലാക്ക് എന്നാണ് അർത്ഥം. 17 ലാക്ക്. ഓക്കെ. 17 ലാക്ക് സ്പീഷ്യസിനെ നമ്മളിങ്ങനെ ഓരോന്നിനെ എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്? ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? ടാക്സോണമി. ഓക്കെ. ടാക്സോണമി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സിമിലാരിറ്റീസിനെയും ഡിസിമിലാരിറ്റീസിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വി ഹാവ് ക്ലാസിഫൈഡ് ദ ഡിഫറെൻറ്റ് സ്പീഷ്യസ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫാദർ ഓഫ് ടാക്സോണമി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ് കോൾ ലിനേയസ്. ദാറ്റ് ഈസ് കെറോളസ് ലിനേയസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. ഷോർട്ടായിട്ട് നമ്മൾ കോൾ ലിനേയസ് എന്ന് പറയും. അപ്പോൾ ടാക്സോണമി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ, സയൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അത് എന്തിൻ്റെ ബേസിലാണ്? സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ടാക്സോണമി തന്നെ ഓൾഡ് ഓർ ക്ലാസിക്കൽ ടാക്സോണമി ഉണ്ട്, മോഡേൺ ടാക്സോണമി ഉണ്ട്, സിസ്റ്റമാറ്റിക്സ് ഉണ്ട്. ഓൾഡ് ഓർ ക്ലാസിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എക്സ്റ്റേണൽ ഫീച്ചർ ബേസ് ചെയ്തിട്ട് മാത്രം ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ. എക്സ്റ്റേണൽ ഫീച്ചർ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം, നമ്മൾ പുറത്തുനിന്ന് എങ്ങനെയാണോ അപ്പിയറൻസ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം? നമ്മളൊരു സ്പീഷ്യസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഓൾഡ് ഓർ ക്ലാസിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ മാമൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം മാമൽസിൽ തന്നെ ഒരുപാട് ഓർഗാനിസംസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാമൽസിൽ തന്നെ ഇപ്പോൾ എലിഫൻറ്റ് വരുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ഓർഗാൻ, ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസ് വരുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്, റൈറ്റ്. അപ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഓൾഡ് ഓർ ക്ലാസിക്കൽ ടാക്സോണമിയുടെ കുഴപ്പം. അതെന്താണെന്ന് വെച്ചാൽ ഓൺലി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമേ അത് യൂസ് ചെയ്തുള്ളൂ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നതാണ് മോഡേൺ ടാക്സോണമി. മോഡേൺ ടാക്സോണമി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ക്രൈറ്റീരിയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീച്ചറിൻ്റെ കൂടെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് കൂടി യൂസ് ചെയ്തിരുന്നു. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്തു, ഇൻറ്റേർണൽ ഫീച്ചേഴ്സും യൂസ് ചെയ്തു. പിന്നെ യൂസ് ചെയ്തതാണ് CDE എന്നുള്ള ട്രിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. CDE
ഈ CDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഫോർ സെൽ സ്ട്രക്ചർ ആൻഡ് D ഫോർ ഡെവലപ്മെൻറ്റൽ പ്രോസസ് ആൻഡ് E ഫോർ എക്കോളജിക്കൽ റോൾ. ഓക്കെ, സെല്ലിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡേൺ ടാക്സോണമിയിൽ. ഇതിനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ഇപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചർ സ്റ്റഡി ചെയ്തു, ഇൻറ്റേർണൽ ഫീച്ചർ സ്റ്റഡി ചെയ്തു, സെല്ലിൻ്റെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്തു, പിന്നെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റഡി ചെയ്തു, പിന്നെ അതിൻ്റെ എക്കോളജിക്കൽ റോൾ എന്താണ്, ഇപ്പോൾ എക്കോളജിയിൽ അതിൻ്റെ റോൾ എന്താണെന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് മോഡേൺ ടാക്സോണമിയിൽ ആ ഒരു സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ മോഡേൺ ടാക്സോണമിയിൽ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സും പിന്നെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്, അതിൻ്റെ കൂടെ CDE എന്നുള്ളത് നമ്മൾ പഠിക്കുക. CDEയിൽ എന്തൊക്കെയാണ് വരുന്നത്? സെൽ സ്ട്രക്ചർ, ഡെവലപ്മെൻറ്റൽ പ്രോസസ്, എക്കോളജിക്കൽ റൂൾ. പിന്നെ വരുന്നതാണ് സിസ്റ്റമാറ്റിക്സ് നമ്മൾ യൂസ് ചെയ്തത് ഇവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. അതായത് ഇപ്പം ആൻസിസ്റ്ററുമായിട്ട് എന്താണ് റിലേഷൻ, അങ്ങനെ ഒരു റിലേഷൻ കണ്ടെത്തിയിട്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സിൽ എന്ത് ചെയ്തിരുന്നത് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്, ഇപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സിസ്റ്റമ നാച്ചുറേ എന്നുള്ള വേർഡിൽ നിന്നാണ്. ഈ സിസ്റ്റമ നാച്ചുറേ എന്നുള്ള വേർഡ് കോൾ ലിനേയസ് അയാളുടെ പബ്ലിക്കേഷൻ്റെ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തതാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സിസ്റ്റമ നാച്ചുറേ എന്നുള്ള വേർഡിൽ നിന്നാണ്. ഈ സിസ്റ്റമ നാച്ചുറേ എന്നുള്ള വേർഡ് കോൾ ലിനേയസ് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ ടൈറ്റിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സിസ്റ്റമ നാച്ചുറേ എന്നുള്ള വേർഡിൽ നിന്നാണ്. അതൊരു ലാറ്റിൻ വേർഡാണ്. അത് കോൾ ലിനേയസ് അയാളുടെ പബ്ലിക്കേഷൻ്റെ ടൈറ്റിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടേം ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് സിസ്റ്റമാറ്റിക്സ് എന്നുള്ളത് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് കോൾ ലിനേയസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റമാറ്റിക്സ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസത്തിൻ്റെ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇത് പറയുന്നത്. സിസ്റ്റമാറ്റിക്സ് ഈസ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ഓർഗാനിസംസ്. ഓക്കെ, ഇനി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്? ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ്. അതായത് ആൻസിസ്റ്ററായിട്ട് എന്ത് റിലേഷനാണ് ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത് ഓർഗാനിസത്തിന്. ഓക്കെ, അപ്പോൾ ടാക്സോണമിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടാക്സോണമി എന്താണെന്നുള്ളത് ക്ലാസിഫിക്കേഷൻ്റെ ഒരു സയൻസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? സിമിലാരിറ്റീസിനെയും ഡിസിമിലാരിറ്റീസിനെയും ബേസ് ചെയ്തിട്ട്. പിന്നെ ആരാണ് ഫാദർ? ടാക്സോണമിയുടെ ഫാദർ ആരാണ്? കാൾ ലിനേയസ് ആണ്. കെറോളസ് ലിനേയസ്, അതായത് കാൾ ലിനേയസ് ആണ് ഫാദർ. പിന്നെ ടാക്സോണമി 3 ടൈപ്പ് ഉണ്ട്. ഓൾഡ് ഓർ ക്ലാസിക്കൽ ടാക്സോണമി, മോഡേൺ ടാക്സോണമി, സിസ്റ്റമാറ്റിക്സ്. ഓൾഡ് ഓർ ക്ലാസിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് ആ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. എക്സ്റ്റേണൽ അപ്പിയറൻസിനെ മാത്രം ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുക. പിന്നീട് മോഡേൺ ടാക്സോണമി വന്നു. മോഡേൺ ടാക്സോണമിയിൽ അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ്റ്റേണൽ ഫീച്ചർ മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചറിൻ്റെ കൂടെ ഇൻറ്റേർണൽ ഫീച്ചറും കൂടി യൂസ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ CDE കൂടി യൂസ് ചെയ്തു. CDE എന്താ വരുന്നത്? സെൽ സ്ട്രക്ചർ, ഡെവലപ്മെൻറ്റൽ പ്രോസസ് ആൻഡ് എക്കോളജിക്കൽ റോൾ കൂടി യൂസ് ചെയ്തു. പിന്നെ വരുന്നതാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് തമ്മിലുള്ള ഇവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊരു സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുക. ഒരേ ആൻസിസ്റ്ററിൽ പെട്ട ഓർഗാനിസത്തിനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുക, വേറെ ആൻസിസ്റ്ററിൽ പെട്ടതിൽ വേറെ ക്ലാസിഫൈ ചെയ്യുക, അങ്ങനെ. ഓക്കെ, സോ സിസ്റ്റമാറ്റിക് എന്നുള്ള വേർഡ് ഡിറൈവ് വന്നിട്ടുള്ളത്, ഒറിജിൻ ചെയ്തിട്ടുള്ളത് സിസ്റ്റമ നാച്ചുറേ എന്നുള്ള വേർഡിൽ നിന്നാണ്. അത് കോൾ ലിനേയസ് അയാളുടെ പബ്ലിക്കേഷൻ്റെ ടൈറ്റിലായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. കോൾ ലിനേയസ് അയാളുടെ പബ്ലിക്കേഷൻ്റെ ടൈറ്റിലായിട്ട് സിസ്റ്റമ നാച്ചുറേ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരുന്നു. അതൊരു ലാറ്റിൻ വേർഡാണ്. പിന്നീട് ആ വേർഡ് എന്ത് ചെയ്തു, സിസ്റ്റമാറ്റിക്സ് എന്നുള്ളതായിട്ട് അങ്ങനെ വരികയാണ് ചെയ്തത്. ഈ സിസ്റ്റമാറ്റിക്സ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസത്തിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റമാറ്റിക്സിലും പഠിക്കുന്നത്. ഇനി സ്റ്റെപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ CINC എന്നുള്ള കോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ CINC എന്നുള്ള കോഡ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതായത് ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, നൊമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ
ഫസ്റ്റ് ക്യാരക്ടറൈസേഷൻ ആണോ ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതിനാണ് നമ്മൾ ഈ ഒരു കോഡ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ CINC എന്നുള്ള കോഡാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് നമ്മളൊരു ഓർഗാനിസത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അതിനെ ക്യാരക്ടറൈസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ നമ്മളത് ഏതാണ് ഓർഗാനിസം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നൊമൻക്ലേച്ചർ. നൊമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ അതിനൊരു നെയിം കൊടുക്കണം. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പാണ് അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാരക്ടറൈസേഷൻ, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ നോമൻക്ലേച്ചർ, പിന്നെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്നുള്ള സ്റ്റെപ്പ് പിന്നീട് നമുക്ക് പഠിക്കാം. ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ അത് നമുക്കറിയാലോ. പിന്നെ വരുന്നതാണ് നൊമൻക്ലേച്ചർ. നൊമൻക്ലേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനോമിയൽ നൊമൻക്ലേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈനോമിയൽ നൊമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ നെയിം ചെയ്യുന്നത് 2 വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ആ ഓർഗാനിസത്തിൻ്റെ നെയിമിൽ എന്തുണ്ടാവും, 2 വേർഡ്സ് ഉണ്ടാവും. സോ നൊമൻക്ലേച്ചർ എന്ന് പറയുന്നത് ബൈനോമിയൽ നൊമൻക്ലേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈനോമിയൽ നൊമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേർഡ്സ് ഉണ്ടാവും ഒരു നെയിമിൽ. ഓക്കെ, ഓർഗാനിസത്തിൻ്റെ നെയിമിൽ 2 വേർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നുള്ളതും കൊണ്ടുവന്നത് ആരാണെന്നറിയോ, കോൾ ലിനേയസ് ആണ് കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് കെറോളസ് ലിനേയസ്. കോൾ ലിനേയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നുള്ള കോൺസെപ്റ്റും എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത് മാംഗോൻ്റെ ബയോളജിക്കൽ നെയിമാണ്. ഓക്കെ, സയൻറ്റിഫിക് നെയിമാണ്. അപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത് മാംഗോൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. അപ്പോൾ ഇത് ഒരു മാംഗോ എന്ന് പറയുന്നതിന് ഇങ്ങനെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം കൊടുക്കാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഭാഗത്ത് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് നെയിം ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഹോൾ വേൾഡിൽ നമ്മൾ ഒരൊറ്റ പേര് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് നമ്മൾ എവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, അതിനർത്ഥം മാംഗോ എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ മാംഗോ എന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അതാവില്ല തരിക. ഓക്കെ, അപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത് ലോകം ഫുള്ള് ഒരൊറ്റ പേരിലാണ് അതിനറിയപ്പെടുന്നത് ഈ മാംഗോനെ. അതാണ് അതിൻ്റെ പേര് മാഞ്ചിഫെറ ഇൻഡിക്ക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ഇപ്പം മാംഗോ അതിനെ 2 വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് പറയാം, മാഞ്ചിഫെറ ആൻഡ് ഇൻഡിക്ക. ഇതിൽ മാഞ്ചിഫെറ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വേർഡ്. ഫസ്റ്റ് വേർഡ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജീനസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യണം, ഇപ്പം മാഞ്ചിഫെറ എന്നുള്ളതിൻ്റെ അത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വേർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീനസ് നെയിം എന്നുള്ളതാണ് ഫസ്റ്റ് വേർഡിനെ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് വേർഡ് ഇൻഡിക്ക എന്നുള്ളത് സ്പീഷ്യസ് നെയിമാണ്. സ്പീഷ്യസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയാം. ഓക്കെ, സ്പീഷ്യസ് നെയിം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് കൂടി പറയാൻ പറ്റും. ഇത് നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ സ്പീഷ്യസ് നെയിം സ്മോൾ ലെറ്റർ ആയിട്ടാണ്. ഇനി ഈ ലിൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് മാത്രമല്ല ലിൻ എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ലിൻ എന്ന് പറയുന്നത് ഓതർ നെയിമാണ്. ഓതർ നെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു മാംഗോ എന്ന് പറയുന്നത് ഈ മാഞ്ചിഫെറ ഇൻഡിക്കാനെ ഡിസ്ക്രൈബ് ചെയ്ത പേഴ്സൺ ആണ് ഈ ലിൻ എന്ന് പറയുന്നത്. ഈ ലിൻ എന്ന് പറയുന്നത് ശരിക്കും കോൾ ലിനേയസ് ആണ്. ലിൻ എന്ന് പറയുന്നത് ഈ കോൾ ലിനേയസ് എന്ന് നമുക്ക് ഫുള്ളായിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ അബ്രിവിയേറ്റഡ് ഫോം ഓഫ് ദ ഓതറിൻ്റെ അബ്രിവിയേറ്റഡ് നെയിം മാത്രമേ എഴുതുള്ളൂ. അതെപ്പോഴാണ് എഴുതേണ്ടത്, സ്പെസിഫിക് എപ്പിത്തറ്റിന് ശേഷമാണ് എഴുതേണ്ടത്. ഇനി വേറൊരു കാര്യം കൂടി നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. ഇപ്പോൾ ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളത് ഇപ്പം ടൈപ്പ് ചെയ്തതല്ല, റൈറ്റ് ചെയ്തതാണ്, ഹാൻഡ് റിട്ടൺ ആണ്, കൈകൊണ്ട് എഴുതിയതാണ് ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തു. ഈ ജീനസ് നെയിമിനെയും സ്പീഷ്യസ് നെയിമിനെയും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തു. ഇനി ഇഫ് ഞാനിത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് ഞാൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യണം, നമ്മൾ ഇറ്റാലിക്സിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കുകയെന്ന് വിചാരിച്ചോ, ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇറ്റാലിക്സിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എങ്ങനെയായിരിക്കും, ഇറ്റാലിക്സിലായിരിക്കും അത് കാണപ്പെടുന്നത്. അതായത് ചെരിഞ്ഞിട്ട് ഇറ്റാലിക്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഹാൻഡ് റിട്ടൺ കൈകൊണ്ട് എഴുതുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഹാൻഡ് റിട്ടൺ സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇറ്റാലിക്സിൽ പ്രിൻ്റ് ചെയ്യണം, ഇപ്പോൾ കൈകൊണ്ട് എഴുതുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ജീനസിനെയും സ്പീഷ്യസിനെയും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലാറ്റിൻ ഒറിജിൻ ആണെന്ന് കാണിക്കാനാണ്. ഇപ്പം നമ്മൾ
ഏതൊരു സ്പീഷ്യസും നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ പേരെന്ത് ചെയ്യണം, ലാറ്റിനൈസ് ചെയ്യണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം മാംഗോ തന്നെ എടുക്കാം. ഇപ്പം മാംഗോനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കാം. ഇന്ത്യയിലൊരു പ്ലേസിൽ, ഇപ്പോൾ കേരളയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മാംഗോനെ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ഈ മാംഗോ എന്നുള്ളതാണ് നമ്മുടെ കേരളയിൽ ഈ ഒരു മാങ്ങനെ അറിയപ്പെടുന്ന പേര്. മാംഗോ എന്നുള്ളതാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മാങ്ങ എന്നുള്ളതാണ് അറിയപ്പെടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആ ഒരു നെയിമിനെ നമ്മൾ എന്ത് ചെയ്യണം, ലാറ്റിനൈസ് ചെയ്യണം, ലാറ്റിൻ നെയിമൊക്കെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലിപ്പോൾ നമ്മൾ ആ ഒരു ഇതിനെ നമ്മൾ മാങ്ങ എന്നാണ് പറയുന്നത് എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ലാറ്റിനൈസ് ചെയ്യണം. ലാറ്റിൻ നെയിമിലേക്ക് അതിനെ എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ ലാറ്റിൻ നെയിമിലേക്ക് അതിനെ മാറ്റിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സയൻറ്റിഫിക് നെയിമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ലാറ്റിൻ നെയിമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഇറ്റാലിക്സിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത്, ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റാലിക്സിൽ ടൈപ്പ് ചെയ്യുന്നതും ഹാൻഡ് റിട്ടൺ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്, ലാറ്റിൻ ഒറിജിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ വരുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്പീഷീസിനും 2 വേർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 വേർഡായിരിക്കും, 2 വേർഡ്സ്. അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് കോൾ ലിനേയസ് ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മാംഗോൻ്റെ കേസിലെ എക്സാമ്പിളാണ് നമ്മൾ എടുത്ത് നോക്കിയത്. മാഞ്ചിഫെറ ഇൻഡിക്ക ലീൻ. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്. അത് എപ്പോഴും എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. അത് സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻഡിക്ക എന്നുള്ളത് ഫസ്റ്റ് ലെറ്റർ ഐ, അത് സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനിയും ഇത് എന്ത് ചെയ്യണം, ഫസ്റ്റ് ലെറ്റർ ജീനസിൽ ക്യാപിറ്റലും സ്പീഷ്യസിൽ സ്മോൾ ലെറ്ററും ആയിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ലാറ്റിനൈസ് ചെയ്യണം. ഏതൊരു സ്പീഷ്യസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ നെയിം എന്ത് ചെയ്യണം, ലാറ്റിനൈസ് ചെയ്യണം. അത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിലാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഹാൻഡ് റിട്ടൺ ചെയ്യുമ്പോൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഇപ്പോൾ പിന്നീട് നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ് ഇത്. നമുക്ക് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ എഴുതാം. അധികത്തിലും നമ്മൾ കാണാൻ പറ്റും ലിൻ. ഈ ലിൻ എന്ന് പറയുന്നത് ഓദർ നെയിമാണ്. ഈ സ്പീഷ്യസ് മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന സ്പീഷ്യസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ലിൻ ആണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ നമ്മൾ ഓദർ നെയിം കൊടുത്തു. ഓദർ നെയിം ഈ ലിൻ എന്ന് പറയുന്നത് ശരിക്കും ഉദ്ദേശിക്കുന്നത് കെറോളസ് ലിനേസ്, കോൾ ലിനേസിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കവിടെ മാഞ്ചിഫെറ ഇൻഡിക്ക കോൾ ലിനേസ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അബ്രീവിയേറ്റഡ് ഫോമായിട്ട് ലിൻ എന്നുള്ളത് യൂസ് ചെയ്തു. ഇത് നമ്മൾ എഴുതേണ്ടത് സ്പെസിഫിക് എപ്പിത്തറ്റ്, ദാറ്റ് ഈസ് സ്പീഷ്യസ് വേർഡിന് ശേഷമാണ് എഴുതേണ്ടത്. ഇനി മാഞ്ചിഫെറ ആൻഡ് ഇൻഡിക്ക എന്നുള്ളത് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തു. പക്ഷേ ഇത് ടൈപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഇറ്റാലിക്സിലാണ് എഴുതേണ്ടത്. പക്ഷേ ലിൻ എന്നുള്ളത് എന്ത് ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ ഇറ്റാലിക്സിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ട, ടൈപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യാൻ വേണ്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് ICBN. ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പേര് കൊടുത്തു എന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് നമ്മൾ ഈ മാംഗോനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറൈസ് ചെയ്യും, പിന്നെ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ നോമൻക്ലേച്ചർ കൊടുക്കും. അപ്പം നമ്മളിപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്നതിന് നോമൻക്ലേച്ചർ കൊടുത്തെന്ന് വിചാരിച്ചോ. പക്ഷേ അതിനെ എന്ത് ചെയ്യണം എന്നറിയോ, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ അംഗീകരിക്കണം. ഓക്കെ, ഈ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ICBN എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, ICZN എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ്. നമ്മൾ പ്രത്യേകം നോക്കണം, ഈ ICZN വരുന്നത് ഓഫാണ്, ഇവിടെ ICBN 4 ആണ് ഇവിടെ വരുന്നത്. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ആനിമൽസിൻ്റെ നെയിം അംഗീകരിക്കണം. ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, പ്ലാന്റ്സിൻ്റെ നെയിം എന്ത് ചെയ്യണം, ഇത് അപ്രൂവ് ചെയ്യണം, എങ്കിലേ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, so ICBN International Code for Botanical Nomenclature and ICZN International Code of Zoological Nomenclature. Classification steps, characterization, identification, nomenclature and classification, that is CINC എന്നുള്ളതാണ് ഇവിടെ കോഡ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വേറൊരു കോഡ് പഠിച്ചിരുന്നു, അതാണ് മോഡേൺ ടാക്സോണമിയിൽ CDE എന്നുള്ള കോഡ്. ഇവിടെ നമ്മൾ CINC, ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്നതാണ് ടാക്സോണമിക് കാറ്റഗറീസ്. ഓക്കെ, ഇനി ഈച്ച് കാറ്റഗറിനെ നമ്മൾ പറയുന്നത് റാങ്ക് ഓർ ടാക്സോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ടാക്സോണമിക് കാറ്റഗറീസ്. ഇപ്പം നമുക്ക് നോമൻക്ലേച്ചർ എന്നുള്ള സ്റ്റെപ്സ് കഴിഞ്ഞു. അടുത്തതാണ് ക്ലാസിഫൈ ചെയ്യുക. ഓരോ ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്യുക, അതായത് ഓരോ ഓർഗാനിസത്തിനെയും ഇന്ന കിങ്ഡത്തിൽ കൊടുക്കുക, ഇന്ന ഇതിൽ കൊടുക്കുക. ഇപ്പം നമുക്കൊരു എലിഫൻറ്റിനെ കിട്ടുകയാണെന്ന് വിചാരിച്ചു. ഈ എലിഫൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ സ്റ്റഡി ഈസി ആവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ അതിനെ
ആനിമൽ കിങ്ഡത്തിലാണോ പ്ലാന്റ് കിങ്ഡത്തിലാണോ അതിനെ നമ്മൾ കൊടുക്കുക? ഓഫ് കോഴ്സ് നമ്മളത് കൊടുക്കുക ആനിമൽ കിങ്ഡത്തിലാണ്. പിന്നെ ഫൈലം എന്നുള്ളത് നമ്മൾ ആനിമൽസിനാണ് യൂസ് ചെയ്യുക. ഡിവിഷൻ എന്ന് പറയുന്ന പേര് പ്ലാന്റ്സിനാട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫൈലത്ത് കൊടുക്കും. ഏത് ഫൈലത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മളത് തീരുമാനിക്കുക. ഡിഫറെൻറ്റ് ഫൈലുണ്ട്, അതായത് നോൺ കോഡേറ്റ ഉണ്ട്, കോഡേറ്റ ഉണ്ട്. നോൺ കോഡേറ്റ എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് പ്രസൻ്റ് അല്ലാത്തതും, കോഡേറ്റ എന്ന് പറയുന്നത് നോട്ടോകോഡ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ആനിമൽസിന് ശരിക്കും ഈ എലിഫൻറ്റിനൊക്കെ നോട്ടോകോഡ് പ്രസൻ്റ് ആണ്, നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അതിന് നമ്മളെവിടെ കൊടുക്കും? കോഡേറ്റയിൽ കൊടുക്കും. പിന്നെ നമ്മൾ ഏത് ക്ലാസ്സിലാണ് കൊടുക്കേണ്ടതെന്ന് നോക്കും. ഓക്കെ, ആനിമലിനെ ഏത് ക്ലാസ്സിലാണ് കൊടുക്കേണ്ടത് നോക്കും. അതായത് ഫിഷസിലാണോ കൊടുക്കേണ്ടത്, മാമൽസിലാണോ കൊടുക്കേണ്ടത്, റെപ്റ്റീലിയയിലാണോ കൊടുക്കേണ്ടത്. കോഡേറ്റയിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കോഡേറ്റയിൽ ഏത് ക്ലാസ്സിലാണ് കൊടുക്കേണ്ടത് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലാസ് മമ്മേലിയയിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ഓർഡർ നോക്കും, പിന്നെ ഫാമിലി നോക്കും, പിന്നെ ജീനസ്, സ്പീഷ്യസ്. അങ്ങനെ ഒരു സ്പീഷ്യസ് നെയിം നമ്മൾ അതിനായിട്ട് കൊടുക്കുകയാണ് ചെയ്യാം. പിന്നെ ഹ്യൂമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹ്യൂമൻസിൻ്റെ കേസിൽ നമ്മൾ ഏത് കിങ്ഡത്തിലാണ് കൊടുക്കുന്നത്? ആനിമൽ കിങ്ഡത്തിലാണ് നമ്മൾ കൊടുക്കുക, അല്ലേ? ഹ്യൂമൻ ഈസ് ആൻ ആനിമൽ. പിന്നെ ഫൈലം, ഏത് ഫൈലത്തിലാണ്? നമുക്കൊക്കെ നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. നോട്ടോകോഡ് എന്നുള്ളത് നമുക്ക് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫൈലം കോഡേറ്റയിലാണ് കൊടുക്കുക. ഇപ്പോൾ ആനിമൽ കിങ്ഡത്തിൽ തന്നെ കോഡേറ്റ ഉണ്ട്, നോൺ കോഡേറ്റ ഉണ്ട്. അപ്പോൾ കോഡേറ്റയിലാണ് കൊടുക്കുക. ക്ലാസ് ഏതിലാണ് കൊടുക്കുന്നത്? മെമ്മേലിയയിലാണ് കൊടുക്കുന്നത്. മാമൽസ് ആണ്, മാമറി ഗ്ലാൻസ് പ്രസൻ്റ് ആണ്. പിന്നെ ഓർഡർ ഏതിലാണ് കൊടുക്കുന്നത്? നമ്മൾ പ്രൈമാറ്റയിലാണ് കൊടുക്കുക. ഓക്കെ, ഓർഡർ നമ്മൾ ഏതിലാണ് കൊടുക്കുന്നത്? പ്രൈമാറ്റ ഓർഡറിലാണ് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ഹോമിനിഡേ എന്നുള്ള ഫാമിലിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ജീനസ് എന്ന് പറയുന്നത് ഹോമോ എന്ന് പറയുന്ന ജീനസിലാണ് നമ്മൾ കൊടുക്കുക. സ്പീഷ്യസ് എന്ന് പറയുന്നത് സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷ്യസ്. ഓക്കെ, അങ്ങനെ ഇവരുടെ നെയിം എന്ത് വരും? ഹ്യൂമൻസിൻ്റെ നെയിം ഹോമോ സാപ്പിയൻസ് എന്ന പേര് കൊടുക്കും, അല്ലേ? ഹോമോ സാപ്പിയൻസ്. ഹോമോ എന്ന ജീനസ്, സാപ്പിയൻസ് എന്ന സ്പീഷ്യസ്, ഫാമിലി ഹോമിനിഡെ, പിന്നെ ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മെമ്മേലിയ, ഫൈലം കോഡേറ്റ, കിങ്ഡം ആനിമേലിയ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ് നമ്മളൊരു ആനിമലിനെയൊക്കെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈസിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടത് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക. സ്പീഷ്യസ് ഇസ് ദ റിയൽ ഓർ ബേസിക് യൂണിറ്റ്. ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് സ്പീഷ്യസ് എന്ന് പറയുന്നത്. കിങ്ഡം എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളൊരു ട്രിക്ക് പഠിക്കണം. ഈ ഒരു ഓർഡർ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് എന്നുള്ളത് ഓർഡർ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. അതിനൊരു ട്രിക്കാണ് കീപ്പ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. ഓക്കെ, കീപ്പ് പോട്ട് ക്ലീൻ. നമ്മൾ പോട്ട്സ് എന്ത് ചെയ്യുക? ക്ലീൻ ആക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഫാമിലി എന്ത് ചെയ്യും? സിക്കാവും. കീപ്പ് പോട്ട്സ് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക് എന്നുള്ളത്. ഇനിയും നെക്സ്റ്റ് നമ്മൾ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ, നമ്മൾ സ്പീഷ്യസ് നിന്ന് റിയൽ ഓർ ബേസിക് യൂണിറ്റിൽ നിന്ന് നമ്മൾ ഹയസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കിങ്ഡത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ക്യാരക്ടേഴ്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതായത് നമ്മളിപ്പം കിങ്ഡം എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഈ കിങ്ഡത്തിലെ ആനിമൽ കിങ്ഡമാണ്. ഈ കിങ്ഡത്തിൽ എന്തുണ്ട്? എലിഫൻ്റ് ഉണ്ട്, അതുപോലെ ഹ്യൂമൻസ് ഉണ്ട്. അങ്ങനെ പല പല ആനിമൽസും ഒക്കെ ഈ ആനിമൽ കിങ്ഡത്തിൽ ഉണ്ടാവും, അല്ലേ? അപ്പോൾ കിങ്ഡത്തിൽ അത്രയും ഉണ്ടാവും. ഇനി സ്പീഷ്യസ് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരൊറ്റ പെർട്ടിക്കുലർ സ്പീഷ്യസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷ്യസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഹ്യൂമൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഹ്യൂമൻസ് മാത്രമേ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷ്യസിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്ന സമയത്ത് കോമൺ ക്യാരക്ടർ, ഇപ്പോൾ ഈ ഒരു ഹ്യൂമൻസിൻ്റെ ഈ സ്പീഷ്യസ് ഹോമോ സാപ്പിയൻസിൻ്റെ സ്പീഷ്യസാണ്, ഫുള്ള് ഹ്യൂമൻസ് ആണ്. അപ്പോൾ ഇവർക്ക് ഒരു പെർട്ടിക്കുലർ കോമൺ ക്യാരക്ടർ ഉണ്ട്, അല്ലേ? ഇവരുടെ അപ്പിയറൻസിലും ഇവരുടെ അനാട്ടമി നോക്കിക്കഴിഞ്ഞാലൊക്കെ ഒരു കോമൺ ക്യാരക്ടർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എലിഫൻറ്റ് വന്നു, ഹ്യൂമൻസ് വന്നു, അവരുടെ ഇടയിൽ ഇപ്പോൾ എലിഫൻറ്റും ഹ്യൂമണും തമ്മിലുള്ള കോമൺ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ കുറയാണ്. അപ്പോൾ കോമൺ ക്യാരക്ടർ നമ്മൾ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകും തോറും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. പക്ഷേ നമ്മൾ ജനറൽ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാണ്. പക്ഷേ നമ്മളിവിടെ മെയിനായിട്ട് കോമൺ ക്യാരക്ടർ എന്ന് പഠിക്കുക, അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ജനറൽ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇവരുടെ ഇടയിൽ കോമൺ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ ഇടയിലുള്ള കോമൺ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ നമുക്ക് അവരുടെ അപ്പിയറൻസ് തന്നെ നമുക്ക് അവരുടെ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അപ്പിയറൻസ്, പിന്നെ അവരുടെ അനാട്ടമി നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് അവരുടെ കോമൺ ക്യാരക്ടേഴ്സ് കൂടുതലാണ് ഹ്യൂമൻസ് തമ്മിൽ. പക്ഷേ ഇവിടെ എലിഫൻറ്റ് വന്നു,
ഹ്യൂമൺ വന്നു, വേറെയുള്ള അനിമൽസ് വന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിലുള്ള കോമൺ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ കോമൺ ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഹ്യൂമൻസിനെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടുത്തെ സ്പീഷീസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഹ്യൂമൻസിൻ്റെ സ്പീഷീസ് മാത്രം, ഇപ്പോൾ ലയണിൻ്റെ സ്പീഷീസ് ഉണ്ട്, ഹ്യൂമൻസിൻ്റെ സ്പീഷീസ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ സ്പീഷീസ് മാത്രമാണ് എടുക്കുന്നത്. ഇവിടെ എന്തുണ്ട്, എലിഫൻ്റ് ഉണ്ട്, ഹ്യൂമൺ ഉണ്ട്, പിന്നെ വേറെ പല ടൈപ്പ് ഡോഗ്, അങ്ങനെ പല പല ടൈപ്പ് ഉണ്ട് ആനിമൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പോറിഫെറയിൽ തന്നെ സ്പഞ്ചസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ആനിമൽസ് ഉണ്ട്. ഇപ്പോൾ ഹൈഡ്ര വരുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഇവിടെ നമുക്കൊരു ഹ്യൂമണിനെ കൂടി കിട്ടി, അപ്പോൾ നമുക്ക് ഈസിയാണ് നമുക്ക് എവിടെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ നമുക്ക് മുകളിൽ കേട്ടോ കിങ്ഡത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ഹ്യൂമൻസ് അല്ല, ഒരു പെർട്ടിക്കുലർ ഓർഗനെ കിട്ടി. ഹ്യൂമൻസ് ആകുമ്പോൾ ഈസിയായി, പിറൻസ് ഈസിയായി. നമുക്കൊരു ക്യാറ്റിനെ കിട്ടിയെന്ന് വിചാരിച്ചോ. ക്യാറ്റിനെ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിയാണ് അല്ലേ. ക്യാറ്റ് ഏതിലാണ്, കിങ്ഡം പ്ലാന്റിലാണോ, കിങ്ഡം അനിമേലിയയിലാണോ, കിങ്ഡം മൊണീറയിലാണോ, പ്രൊട്ടിസ്റ്റയിലാണോ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയാണ്. അപ്പോൾ ക്യാറ്റിനെ നമുക്ക് ഏത് കിങ്ഡത്തിലാണ് അത് കൊടുക്കാം. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്നതാണ് ഫൈലം അല്ലേ. ഫൈലം ഏത് ഫൈലാണെന്ന് പിന്നെ നമ്മൾ കണ്ടെത്തണം. പിന്നെ കുറേ ക്ലാസ്സുകളുണ്ടാവും, ആ ക്ലാസ്സുകൾ ഏതാണെന്ന് കണ്ടെത്തണം. പിന്നെ ഓർഡർ കണ്ടെത്തണം. പിന്നെ താഴേക്ക് വരുന്തോറും കോമൺ ക്യാരക്ടേഴ്സ് കൂടുകയാണ്. പിന്നെ ക്യാറ്റും പിന്നെ വേറെ ടൈപ്പും ഒക്കെ എന്ത് ചെയ്യും, സിമിലറായിട്ട് തോന്നും. ഇപ്പോൾ ഹ്യൂമൻസിനോട് തന്നെ സിമിലറായിട്ടുള്ള, ഇപ്പോൾ ഹ്യൂമൻസ് അല്ല, ഇപ്പോൾ എയ്പ്സ്, മങ്കീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മങ്കീസിൽ പിന്നെ വേറെ ടൈപ്പ് ഓഫ് മങ്കീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മങ്കീസിൽ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട് അല്ലേ. അപ്പോൾ മങ്കീസിൽ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. ഇപ്പോൾ മാംഗോയിൽ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് മാംഗോസ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് മാംഗോസിനെ നമുക്ക് സ്പീഷീസിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അപ്പിയറൻസ് സെയിമാണ്. ഇപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് മാംഗോ ആണെന്ന് വിചാരിച്ചു, ഇത് വേറൊരു ടൈപ്പ് ഓഫ് മാംഗോ, വേറൊരു സ്പീഷീസ് ഓഫ് മാംഗോ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ മാംഗോന് തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് താഴേക്ക് വരുന്തോറും അതിനെ കാണാൻ എന്താണ്, സെയിം ആണ്. അപ്പോൾ അത് നമ്മൾ ഈ സ്പീഷീസിൽ ഏതിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മളത് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ഇവിടെ രണ്ട് കാര്യമാണ്. കോമൺ ക്യാരക്ടർ, നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് കോമൺ ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡിഫിക്കൽട്ടി ഇൻക്രീസ് ചെയ്യാണ്. കോമൺ ക്യാരക്ടറിൻ്റെ കാര്യം ഓർത്ത് വെക്കുക, ഡിഫിക്കൽട്ടീൻ്റെ കാര്യം നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കീപ്പ് പോട്ട്സ് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക് എന്നുള്ളതാണ് ട്രിക്ക്. ദാറ്റ് ഈസ് കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ. ഫൈലം എന്നുള്ളത് ആനിമൽസിനാണ് യൂസ് ചെയ്യുക, ഡിവിഷൻ എന്നുള്ളത് പ്ലാന്റ്സിനും. ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. കീപ് പോട്ട്സ് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. ഇനി മുകളിലേക്ക് സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ കോമൺ ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡിഫിക്കൽട്ടി ഇൻ ക്ലാസിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്കൊരു മെയിനായിട്ട് ഒക്കെ വരുന്നൊരു കൺഫ്യൂഷനാണ് ഈ കാറ്റഗറി റാങ്ക് ഇങ്ങനെയൊക്കെ ടേംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇത് ഒക്കെ നമുക്ക് സിമിലർ ആയിട്ട് തോന്നും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാറ്റഗറി എന്നുള്ളത് ഒരൊറ്റ ടേം, പിന്നെ റാങ്ക്, ടാക്സോൺ എന്ന് പറയുന്നത് വേറൊരു ടേം കേട്ടോ. റാങ്ക് എന്ന് യൂസ് ചെയ്യാം, ടാക്സോണിന് നമുക്ക് റാങ്ക് എന്ന് പറയാം. ഇനി ടാക്സോണിൻ്റെ പ്ലൂരലാണ് ടാക്സ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്ലൂരൽ ഓഫ് ദി ടാക്സോൺ. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ലൈനാണ്, ഓരോ കാറ്റഗറിയും ഓരോ റാങ്കിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഓരോ റാങ്കും ഓരോ ടാക്സോണും ഓരോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് കാറ്റഗറി ഡിനോട്ട്സ് റാങ്ക്, ഈച്ച് റാങ്ക് ഓർ ടാക്സോൺ റെപ്രസെൻറ്റ്സ് യൂണിറ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ എന്താണ് കാറ്റഗറി, റാങ്ക് ഓർ ടാക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഓരോ ക്ലാസിഫിക്കേഷൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇങ്ങനെ പറയാണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നുള്ളത് വരുന്നത് കാറ്റഗറി. അതിനെയാണ് നമ്മൾ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി അതിൽ പെടുന്ന ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ പ്ലാന്റ് എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റയിൽ വരുന്നത്. ഇപ്പോൾ വീറ്റ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇതിനെ നമ്മൾ എടുത്ത് പറയണം, വീറ്റ് എന്ന് പറയണം. റൈസ്, ഡോഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഓരോ റാങ്ക് അല്ലെങ്കിൽ ടാക്സോൺ ആണ് എന്നും പറയും. ഓക്കെ,
അപ്പോൾ ഓരോ റാങ്ക് ഓർ ടാക്സോൺ ആണ് പ്ലാന്റ്സ്, വീറ്റ്, റൈസ്, ഡോഗ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കിങ്ഡം പ്ലാന്റ് എന്ന് കൊടുത്തിരിക്കുകയാണ്. ഈ കിങ്ഡം എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്, അതായത് ഒരു കാറ്റഗറിയാണ്. ഓക്കെ, അതൊരു കാറ്റഗറിയാണ്. ആ കാറ്റഗറി പെടുന്ന ടാക്സോൺ ആണ് എന്ത്, പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി സ്പീഷ്യസ് റൈസ് സ്പീഷ്യസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയുക, റൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ റൈസ് എടുക്കുകയാണെങ്കിൽ റൈസ് എന്ന് പറയുന്നത് ഒരു ടാക്സോൺ ആണ്. ഓക്കെ, റൈസ് ഒരു ടാക്സോൺ ആണ്. ആ ടാക്സോൺ ഏത് കാറ്റഗറിയാണ് വരുന്നത്, ഏത് കാറ്റഗറിയാണ്, നമ്മൾ സ്പീഷ്യസിൽ വരാം അല്ലേ, സ്പീഷ്യസ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പോൾ സൊളനേസിയെ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ഓക്കെ, ഒരു ഫാമിലി ഉണ്ട് സൊളനേസിയെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സൊളനേസിയെ എന്ന് പറയുന്നത് എന്താണ്, ഒരു റാങ്ക് ഓർ ടാക്സോൺ ആണ്. അതിൽ ഏതെല്ലാം പെടുന്നത്, ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ഒരു കാറ്റഗറിയാണ്. ഓക്കെ, ഫാമിലി, കിങ്ഡം, സ്പീഷ്യസ്, ജീനസ് എന്നൊക്കെ പറയുന്നത്, അത് പറയുമ്പോൾ അതൊരു കാറ്റഗറിയാണ്. ഇനി ഇതിൻ്റെ പേര് പറയണം. ഇപ്പോൾ സൊളനേസിയെ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിൽ സൊളനേസിയെ എന്നുള്ളത് ഒരു ടാക്സോണും ഫാമിലി എന്ന് പറയുന്നത് അത് ഏത് കാറ്റഗറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ പറയുകയാണെങ്കിൽ കിങ്ഡം എന്ന് പറയുന്ന കാറ്റഗറിയാണ്, പ്ലാന്റ് എന്ന് പറയുന്ന ടാക്സോൺ. നമ്മൾ ഇത്ര കാര്യം ഓർത്തുക, കിങ്ഡം, ഡിവിഷൻ, ഫൈലം, ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാറ്റഗറിയാണ്. പിന്നെ ഏത് പ്ലാന്റ്, സൊളനേസിയെ, റൈസ്, വീറ്റ് എന്നൊക്കെ ഡോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മാമൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റാങ്ക് അല്ലെങ്കിൽ ടാക്സോണെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ എൻ സി ആറിലുള്ള ഒരു ലൈനാണ്, ടാക്സോണമിക് കാറ്റഗറീസ് ഓർ ഗ്രൂപ്പ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ബയോളജിക്കൽ എൻറ്റിറ്റീസ് ആൻഡ് നോട്ട് മെയർലി മോർഫോളജിക്കൽ ആഗ്രിഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു ലൈൻ. ഓക്കെ, ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ടാക്സോണമിക് കാറ്റഗറീസ് ഓർ ഗ്രൂപ്പ്സ് എന്തെല്ലാം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ, ടാക്സോണമിക് കാറ്റഗറി ഗ്രൂപ്പ് ഒന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ എൻറ്റിറ്റീസ് അല്ല. പക്ഷെ അത് ആൻഡ് നോട്ട് മെയർലി മോർഫോളജിക്കൽ ആഗ്രിഗേറ്റ്സ്. ടാക്സോണമിക് കാറ്റഗറീസ് ഓർ ഗ്രൂപ്പ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ എൻറ്റിറ്റീസ് ആണ് ടാക്സോണമിക് കാറ്റഗറീസ് ഓർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് മോർഫോളജിക്കൽ ആഗ്രിഗേറ്റ്സ് മാത്രം അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ടെക്സ്റ്റിലുള്ള ഒരു ഇതാണ്, നോട്ട് ചെയ്തൊക്കെ. ഇനി നമ്മൾ ഓരോ ഗ്രൂപ്പിനെയും ഈച്ച് ആൻഡ് എവ്രി വൺ, സ്പീഷ്യസ്, ജീനസ്, ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്നിനെ കുറിച്ചിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റി ദാറ്റ് ക്യാൻ ഇൻ്റർബ്രീഡ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഇൻ്റർബ്രീഡ്. ഈ സ്പീഷ്യസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജീനസിന് ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുമോ, നോ. സ്പീഷ്യസിന് ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന കാരണം, ഇപ്പോൾ ഹ്യൂമൻസ് ഒരൊറ്റ സ്പീഷ്യസ് ആണ്. ഈ ഹ്യൂമൻസിന് പരസ്പരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലയൺ വേറൊരു സ്പീഷ്യസ് ആണ്. ഈ ലയൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാറ്റ് ഒരു സ്പീഷ്യസ് ആണ്. ഈ ക്യാറ്റ്സിന് മാത്രമേ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഷ്യസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റി ദാറ്റ് ക്യാൻ ഇൻ്റർബ്രീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഒരു മോർഫോളജിക്കൽ ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു സ്പീഷ്യസിനെ മറ്റൊരു സ്പീഷ്യസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോ സ്പീഷ്യസിനെയാണ് പറയുന്നത്. സൊളാനം ട്യൂബറോസം ഈസ് ദ പൊട്ടാറ്റോ. ഓക്കെ, സൊളാനം ട്യൂബറോസം എന്ന് പറയുന്നത് പൊട്ടാറ്റോ. ഇനി സൊളാനം മെലഞ്ചിന എന്ന് പറയുന്നത് ബ്രിഞ്ചാളിനെയാണ് പറയുന്നത്, സൊളാനം മെലഞ്ചിന. ഇനി സൊളാനം നൈഗ്രം എന്ന് പറയുന്നത് മക്കോയിനെയാണ് സൊളാനം നൈഗ്രം എന്ന് പറയുന്നത്. പിന്നെ മക്കോയ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണപ്പെടുന്നതാണ്. നമുക്ക് അതറിയില്ല, അത് നമ്മൾ എന്ത് ചെയ്യാൻ മതി, ഇൻ്റർനെറ്റിൽ മക്കോയ് അല്ലെങ്കിൽ സൊളാനം നൈഗ്രം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു സംഭവത്തിനെ കാണാൻ പറ്റും. ഒരു വയലറ്റ് കളറിലൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും, ഒരു ഉണ്ട പോലെ. അപ്പോൾ സൊളാനം നൈഗ്രം എന്ന് പറയുന്നത് മക്കോയ്. ഇനി പാന്തറ ലിയോ എന്ന് പറയുന്നത് ലയൺ, പാന്തറ ടൈഗ്രിസ് എന്ന് പറയുന്നത് ടൈഗർ, പിന്നെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻസ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, മാഞ്ചിഫറ ഇൻഡിക്ക മാംഗോ, സൊളാനം ട്യൂബറോസം പൊട്ടാറ്റോ, ആൻഡ് സൊളാനം മെലഞ്ചിനം ബ്രിഞ്ചാൾ, സൊളാനം നൈഗ്രം മക്കോയ്, പിന്നെ പാന്തറ ലിയോ ലയൺ, പാന്തറ ടൈഗ്രിസ് ടൈഗർ, ഹോമോസാപ്പിയൻസ് ഹ്യൂമൻസ്.
ഓക്കെ. ഇനി ഇവിടേക്ക് നമ്മൾ നോക്കൂ. സൊളാനം ട്യൂബറോസം, സൊളാനം മെലഞ്ചിന, സൊളാനം നൈഗ്രം. ഫസ്റ്റ് നെയിമിന് എന്താണ് നമ്മൾ പറയുന്നത്? ജീനസ് നെയിം, സെക്കൻഡ് നെയിം സ്പീഷ്യസ് നെയിം. ഫസ്റ്റ് നെയിം ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ സെക്കൻഡ് നെയിം സ്മോൾ ലെറ്റർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഇതൊക്കെ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇത് 3 വരുന്നതിൻ്റെ ഫസ്റ്റ് നെയിം എന്താണ്? ജീനസ് സൊളാനം എന്നുള്ളത് സെയിം ആണ്. അപ്പോൾ ഇത് 3ൻ്റെയും ജീനസ് എന്താണ്? സൊളാനം എന്ന് പറയുന്ന ജീനസ് ആണ് ഇതിന് 3 സൊളാനം ട്യൂബറോസത്തിനും സൊളാനം മെലഞ്ചിനും സൊളാനം നൈഗ്രം. അപ്പോൾ സ്പീഷ്യസ്, ഡിഫറെൻറ്റ് സ്പീഷ്യസിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ജീനസിൽ കൊണ്ട് വെക്കും. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്പീഷ്യസിനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജീനസിൽ വെക്കും. അപ്പോൾ ഈ 3 സ്പീഷ്യസും, ഈ ബ്രിഞ്ചാൾ, പൊട്ടാറ്റോ, മക്കോയ് എന്ന് പറയുന്ന സ്പീഷ്യസ് ഒക്കെ എന്താണ്? റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ജീനസ് കൊണ്ടുവച്ചു. ഇനി പാന്ത്ര ലിയോ, പാന്ത്ര ടൈഗ്രിസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്, ഈ പാന്ത്ര ലിയോയും പാന്ത്ര ടൈഗ്രിസും. അതുകൊണ്ട് നമ്മൾ ഇതിനെ 2 ഒരേ ജീനസിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരേ ജീനസിൽ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ഇവിടെ ജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷ്യസ്. അപ്പോൾ സൊളാനം എന്ന് പറയുന്ന ജീനസിൽ വരുന്നത് സൊളാനം ട്യൂബറോസം. സൊളാനം ട്യൂബറോസം എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ, സൊളാനം മെലഞ്ചിന എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാൾ, സൊളാനം നൈഗ്രം, മക്കോയ് അല്ലേ? അപ്പോൾ ഇത് 3 റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്. ഇതിനെ 3 നമ്മൾ ഒരൊറ്റ ജീനസ് കൊണ്ടുവന്ന് വെച്ചു, അതാണ് സൊളാനം. പിന്നെ പാന്തറ എന്ന് പറയുന്നത് ജീനസിൽ, അതിൽ 3 റിലേറ്റഡ് ആയിട്ട്, 3 മാത്രമല്ല കുറേ ഉണ്ട്, നമ്മളിതിൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ കുറേ സ്പീഷ്യസ് ഉണ്ടായിരിക്കും ഈ പാന്തറ എന്ന് പറയുന്നതിൽ. കുറച്ച് എക്സാമ്പിളേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പാന്തറ ലിയോ ലയൺ, പാന്തറ പാഡസ്. പാന്തറ പാഡസ് എന്ന് പറയുന്നത് പുതിയ വേർഡാണ്, അത് ലെപ്പേർഡാണ് കേട്ടോ, ലിയോപാഡാണ്. ആൻഡ് പാന്തറ ടൈഗ്രിസ് ടൈഗർ. ഇത് 3 റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്. 3 ഏകദേശമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ജീനസ് ആയിട്ടുള്ള പാന്തറയിൽ കൊണ്ടേ വെച്ചു. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫെലിസ് എന്ന് പറയുന്ന ജീനസ്. ഈ ഫെലിസ് എന്ന് പറയുന്ന ജീനസിൽ പലതരത്തിലുള്ള ഇത് വരുന്നുണ്ട്. അതിലൊന്നാണ് ഫെലിസ് കാറ്റസ്. ഫെലിസ് കാറ്റസ് എന്ന് പറയുന്നത് ക്യാറ്റാണ് കേട്ടോ. ഫെലിസ് കാറ്റസ് എന്ന് പറയുന്നത് ക്യാറ്റാണ്. ഇങ്ങനെ പലതരത്തിലുള്ള സ്പീഷ്യസും വരുന്നുണ്ട്. ഫെലിസ് കാറ്റസ് മാത്രമൊന്നുമല്ല, പലതരത്തിലുള്ള സ്പീഷ്യസ് വരുന്നുണ്ട്. അപ്പോൾ ഫെലിസിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, ക്യാറ്റിൻ്റെ ജീനസിനെയാണ് നമ്മൾ ഫെലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീനസിൽ സൊളാനം, പാന്തറ ആൻഡ് ഫെലിസ്. സൊളാനത്തിൽ സൊളാനം ട്യൂബറോസം, സൊളാനം മെലഞ്ചിന, സൊളാനം നൈഗ്രം. പാന്തറയിൽ പാന്തറ ലിയോ, പാന്തറ പാഡസ്, പാന്തറ ടൈഗ്രിസ്. ഫെലിസിൽ ഫെലിസ് കാറ്റസ്, ക്യാറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഫാമിലി. ഇങ്ങനെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കറിയാം, ഈ ക്യാറ്റിൻ്റെയും ഈ പാന്തറിൻ്റെയും, ഇപ്പോൾ നമുക്ക് ചില ടൈഗറിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൂച്ചയൊക്കെ ആയിട്ട് തോന്നും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ പാന്തറിൻ്റെയും ഫെലിസിൻ്റെയും ഒക്കെ ഈ ജീനസ് എന്താണ്? റിലേറ്റഡ് ആണ്. ഈ 2 ജീനസും എന്താണ്? റിലേറ്റഡ് ആണ്. ഈ റിലേറ്റഡ് ആയിട്ടുള്ള ജീനസിനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരൊറ്റ ഫാമിലി ആക്കിയിട്ട് മാറ്റി. റിലേറ്റഡ് ആയിട്ടുള്ള ജീനസിനെ 2 ഒരൊറ്റ ഫാമിലി ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ്. റിലേറ്റഡ് ആയിട്ടുള്ള ജീനസിനെ നമ്മൾ ഒരൊറ്റ ഫാമിലി ആക്കിയിട്ട് മാറ്റി. ക്യാരക്ടറൈസ്ഡ്, അപ്പോൾ നമ്മൾ ഫാമിലിയിൽ നമ്മളൊരു കാര്യം കൂടി പഠിക്കണം. ഈ ഫാമിലിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ്, ഇപ്പോൾ പ്ലാന്റ് സ്പീഷ്യസിനെ ആണെങ്കിൽ, ഇപ്പോൾ പ്ലാന്റ് സ്പീഷ്യസിൻ്റെ ഫാമിലിനെ ആണ് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എങ്കിൽ പ്ലാന്റ് സ്പീഷ്യസിൻ്റെ നമ്മൾ വെജിറ്റേറ്റീവ് നോക്കും, റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പ്ലാന്റ് ഫീച്ചേഴ്സിൻ്റെ ഫാമിലിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്ന സമയത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ്, ഇപ്പോൾ വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സും അതിൻ്റെ നോക്കുന്നുണ്ട്, അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സും നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഇനി ഫാമിലി എന്ന് പറയുന്നത് റിലേറ്റഡ് ജീനസിൻ്റെ ഗ്രൂപ്പാണ്. ഇപ്പോൾ സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന 3 ഡി എസ് പി എന്ന് പഠിച്ചാൽ മതി. DSP എന്നുള്ളതിൽ ഡാറ്റുറ, സൊളാനം, പെറ്റ്യൂണിയ. ഡാറ്റുറ, സൊളാനം, പെറ്റ്യൂണിയയാണ് വരുന്നത്. അപ്പോൾ സൊളനേസിയെ എന്ന് പറയുന്ന ഫാമിലിയിൽ 3 ജീനസാണ്. അപ്പോൾ ഈ 3 ജീനസ്, ഇപ്പോൾ ഡാറ്റുറ എന്ന് പറഞ്ഞാലും സൊളാനം എന്ന് പറഞ്ഞാലും പെറ്റ്യൂണിയ എന്ന് പറഞ്ഞാലും ഈ 3 ജീനസും എന്താണ്? റിലേറ്റഡ് ആണ്. അപ്പോൾ അതിനെ ഒരൊറ്റ ഫാമിലി ആക്കിയിട്ട് മാറ്റി. ആ ഒരൊറ്റ ഫാമിലിയാണ് ഏത്? സൊളനേസി എന്ന് പറയുന്ന ഫാമിലി. അപ്പോൾ ഈ സൊളനേസി എന്ന് പറയുന്ന ഫാമിലിയിൽ 3 റിലേറ്റഡ് ആയിട്ടുള്ള ജീനസാണുള്ളത്. അത് ഏതൊക്കെയാണ്? ഡാറ്റുറ, സൊളാനം ആൻഡ് പെറ്റ്യൂണിയ. ഇനി അടുത്തത് ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ, ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ രണ്ട് റിലേറ്റഡ് അല്ല, ഇനി കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ് ഇത്രയേ ഉള്ളൂ. പാന്തറ എന്ന് പറയുന്നതും ഫെലിസ് എന്ന് പറയുന്നതും
സെയിം ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ജീനസ് ആണ്. അപ്പോൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ജീനസിനെ നമ്മൾ എന്ത് ചെയ്തു, ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ കൊണ്ടുവച്ചു. ഇനി കാനിഡേ എന്ന് പറയുന്നത് ഡോഗ് ഫാമിലി. നമ്മൾ ഡോഗ് ഫാമിലിനെ, ഡോഗിൻ്റെ ഫാമിലിനെയാണ് നമ്മൾ കാനിഡേ എന്ന് പറയുന്നത്. ഇതിലും ഒരുപാട് എന്തുണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള ജീനസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ജീനസിനെയാണ് പറയുന്നത്. അപ്പോൾ സൊളനേസി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫാമിലി. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഫാമിലീസിനെയൊക്കെ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. പ്ലാന്റ് ഫാമിലീനെയൊക്കെ നമ്മൾ എൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഫാമിലിയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ഫാമിലീനെയൊക്കെ എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് ACA എന്നുള്ളത്. ഇപ്പോൾ സൊളനേസിയെ അങ്ങനെ കൺവോൾവുളേസിയെ ACA എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും അങ്ങനെ എൻഡ് ചെയ്യുക. ഫാമിലീനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ. ഇനി ആനിമൽസിൻ്റെ ആണെങ്കിൽ ഇഡേ എന്നുള്ളതാണ്. ഇഡേ, ഇപ്പോൾ ഫെലിഡേ, കാനിഡേ, ഹൊമിനിഡേ എന്നുള്ളത് മസിഡേ, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീറ്റിൻ്റെ ഫാമിലിയിൽ നമ്മൾ പഠിക്കുന്നത് പൊയേസിയെ എന്നുള്ളതാണ് പഠിക്കുന്നത്. ACA എന്നുള്ളതാണ് അത് എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ACA എന്നുള്ളത് എൻഡ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ ഫാമിലിയാണ്. ഇഡേ എന്നുള്ളത് എൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ആനിമലിൻ്റെ ഫാമിലിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ആനിമലിൻ്റെ ഫാമിലിയാണ്. ഇപ്പോൾ സൊളനേസിയയിൽ DSP ആണ് വരുന്നത്, ഡാറ്റുറ സൊളാനം പെറ്റൂണിയ. ഫെലിഡയിൽ വരുന്നത് പാന്തറ ആൻഡ് ഫെലിസ് ജീനസ് ആണ് വരുന്നത്. കാനിഡ എന്ന് പറയുന്നത് ഡോഗിൻ്റെ ഫാമിലിനെയാണ് നമ്മൾ കാനിഡ എന്ന് പറയുന്നത്. ഇനി ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസിൻ്റെ ഗ്രൂപ്പിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറയുന്നത് പൊളിമോണിയൽസ് വരുന്നുണ്ട്. പിന്നെ പ്രൈമാറ്റ കാർണിവോറ. പൊളിമോണിയൽസ് വരുന്നതാണ് സൊളനേസിയയും കൺവോൾവുളേസിയയും കൂടിയിട്ടുള്ള ഓർഡറാണ് ഏത്, പൊളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡർ. ഓക്കെ, പൊളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ സൊളനേസിയും കൺവോൾവുളേസിയാണ് വരുന്നത്. പിന്നെ പ്രൈമാറ്റയിൽ വരുന്നുണ്ട്. പ്രൈമാറ്റയിൽ ഏതൊക്കെ ജീനസ് ആണെന്നുള്ളതല്ല, പക്ഷെ ഓർഗാനിസ് ഏതൊക്കെയാണെന്നാണ്, ഏതൊക്കെ ഫാമിലി ആണെന്നുള്ളതല്ല, ഇതൊക്കെ ഓർഗാനിസ് ആണ് വരുന്നത് പറയുന്നത്. മങ്കി വരുന്നുണ്ട്, ഗൊറില്ല വരുന്നുണ്ട്, ഗിബ്ബൺ വരുന്നുണ്ട്. മങ്കി, ഗൊറില്ല, ഗിബ്ബൺ എന്ന് പറയുന്നത് പ്രൈമാറ്റ ഓർഡറിലാണ് വരുന്നത്. ഇനി കാർണിവോറ ഓർഡറിൽ വരുന്നതാണ് ഫെലിഡേ, കാനിഡേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഫെലിഡേ, കാനിഡേ, ഡോഗ് ഫാമിലിയും കാറ്റ് ഫാമിലിയും ഇത് രണ്ടും റിലേറ്റഡ് ഫാമിലിയാണ്. ഇതിന് ഏകദേശം ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരൊറ്റ ഓർഡർ ആക്കിയിട്ട് മാറ്റി. ആ ഓർഡറിൻ്റെ പേരാണ് കാർണിവോറ ഓർഡറിൽ വരുന്നതാണ് ഫെലിഡേ, കാനിഡേ. ഓക്കെ, ഫെലിഡേ, കാനിഡേ, കാർണിവോറ. ഇനി പൊളിമോണിയൽസിൽ വരുന്നതാണ് സൊളനേസിയ, കൺവോൾവുളേസിയ. ഇനി പ്രൈമാറ്റയിൽ ഏതൊക്കെ ഓർഗാനിസം എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. മങ്കി, ഗൊറില്ല, ഗിബ്ബൺ. പ്രൈമാറ്റ എന്ന് പറയുന്നത് ഓർഡർ ആണെന്ന് ഓർത്ത് വെക്കുക. പ്രൈമാറ്റ എന്ന് പറയുന്ന ഓർഡറാണ്, അതിൽ വരുന്ന ഓർഗാനിസമാണ് മങ്കി, ഗൊറില്ല, ഗിബ്ബൺ. ഈ മങ്കി, ഗൊറില്ല, ഗിബ്ബൺ എന്ന് പറയുന്ന ഫാമിലി അല്ല കേട്ടോ, ഓർഗാനിസത്തിൻ്റെ പേരാണ്. പിന്നെ വരുന്നതാണ് ക്ലാസ്. പിന്നെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറിനെ നമ്മൾ എന്താക്കുമ്പോൾ ഒരൊറ്റ ക്ലാസ് ആക്കിയിട്ട് മാറ്റും. കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറിനെ എടുത്തിട്ട് നമ്മൾ ഒരൊറ്റ ക്ലാസ്. ഇവിടെ ഈ പ്രൈമാറ്റ, കാർണിവോറ ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറാണ്. മങ്കി, ഗൊറില്ല, ഗിബ്ബൺ, പിന്നെ ഫെലിഡേ, കാനിഡേ, കാറ്റിൻ്റെയും ഡോഗിൻ്റെയൊക്കെ ഫാമിലി വരുന്നത്. ഇതിനൊക്കെ കൂടിയിട്ട് നമ്മൾ ഒരൊറ്റ ക്ലാസ് ആക്കിയിട്ട് മാറ്റി. അതാണ് ക്ലാസ് മമേലിയ. മാമൽസ്, മാമറി ഗ്ലാൻസ്, ഹെയർ പ്രസൻ്റ് ആണ് സ്കിന്നിൽ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതിന് ഇപ്പോൾ മങ്കിക്ക്, ഗൊറില്ലക്ക്, ഗിബ്ബണിന്, അതുപോലെ കാറ്റിന്, ഡോഗിന്, ഇതിനൊക്കെ എന്തുണ്ട്, ഫെലിഡേയിൽ കാറ്റും ഡോഗും മാത്രമല്ല വരുന്നത്, ടൈഗർ, ലയൺ, ലെപ്പേർഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഒരൊറ്റ ക്ലാസ് ആക്കിയിട്ട് മാറ്റി. അതാണ് ക്ലാസ് മമേലിയ എന്ന് പറയുമ്പോൾ മാമറി ഗ്ലാൻസ് പ്രസൻ്റ് ആണ്. പിന്നെ പ്രസൻസ് ഓഫ് ഹെയർ, അല്ലേ, സ്കിന്നിൽ ഹെയർ പ്രസൻ്റ് ആണ്. അപ്പോൾ ക്ലാസ്സിൽ നമുക്ക് ഒരൊറ്റ ക്ലാസ്സാണ് പഠിക്കാനുള്ളത്, മെമേലിയ ക്ലാസ്. അതിൽ പ്രൈമാറ്റും കാർണിവോറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് വരുന്നതാണ് ഫൈലം. ഓക്കെ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിനെ നമ്മൾ ഒരൊറ്റ ഫൈലമാക്കിയിട്ട് മാറ്റി. അതായത് ഇപ്പോൾ നമ്മൾ ആനിമൽസിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫൈലം കോഡേറ്റ ഉണ്ട്, ഫൈലം നോൺ കോഡേറ്റ ഉണ്ട്. കോഡേറ്റ എന്ന് പറയുന്നത് നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. ന്യോട്ടോകോഡ് ഇതാണ് ന്യോട്ടോകോഡ് എന്ന് വിചാരിക്കാം. മീസോഡേർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് ന്യോട്ടോകോഡ് എന്ന് പറയുന്നത്. മീസോഡേർമലി ഡിറൈവ്ഡ് ആണ് ന്യോട്ടോകോഡ്. ആൻഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ, റോഡ് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് ന്യോട്ടോകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ടോകോഡ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ കോഡേറ്റ എന്നാണ് വിളിക്കുന്നത്. ഈ നോട്ടോകോഡ് ഇല്ലാത്ത ഓർഗാനിസത്തിനെ നോൺ കോഡേറ്റ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മാമൽസ്, അതുപോലെ ഫിഷസ്, റെപ്റ്റൈൽസ് ഇതിനൊക്കെ നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. ഇപ്പോൾ മാമൽസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫിഷസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫിഷസ്, റെപ്റ്റൈൽസ്, മാമൽസ് ഒക്കെ വെവ്വേറെ ക്ലാസ്സുകളാണ് കേട്ടോ. റെപ്റ്റൈൽസ്, ഏവ്സ് വേറെ ക്ലാസ്. ഏവ്സ് എന്ന് പറയുമ്പോൾ ബേർഡ്സിൻ്റെ ക്ലാസ്സിനെയാണ് നമ്മൾ ഏവ്സ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഈ ഏവ്സിൻ്റെ ക്ലാസ്സിന് മാമൽസ്, ഫിഷസ്, റെപ്റ്റൈൽസ് ഇവർക്കൊക്കെ എന്തുണ്ട്, നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിലാണ്, കോഡേറ്റ. പിന്നെ ആംഫീബിയൻസ് എന്ന് പറയുന്നത് ഫ്രോഗിൻ്റെ ക്ലാസ്സിനെയാണ് നമ്മൾ ആംഫീബിയ എന്ന് പറയുന്നത്. ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ ഫിഷസ്, ആംഫീബിയ, റെപ്റ്റൈൽ, ഏവ്സ്, മാമൽസ് എന്നൊക്കെ പറയുന്ന ക്ലാസ്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇവരിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഡിവിഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് പ്ലാന്റ്സിൻ്റെ റിലേറ്റഡ് ക്ലാസ് ആണ് ഡിവിഷനിൽ ഉൾപ്പെടുക. ഡിവിഷൻ എന്നുള്ള ടേം നമ്മൾ പ്ലാന്റ്സിനാണ് യൂസ് ചെയ്യുക, ഫൈലം എന്നുള്ളത് ആനിമൽസിനാണ് യൂസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് കിങ്ഡം ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മൾ പിന്നീട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കും. RH വിറ്റക്കർ 1969 RH വിറ്റക്കർ 5 കിങ്ഡം, ഫസ്റ്റ് 2 കിങ്ഡേ ഉണ്ടായിരുന്നുള്ളൂ. ലിനേഴ്സ് 2 കിങ്ഡേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 2 കിങ്ഡമാണ് ആനിമൽ കിങ്ഡവും പ്ലാന്റ് കിങ്ഡവും. പിന്നീട് വെവ്വേറെ കിങ്ഡംസ് കൊണ്ടുവന്നു. പിന്നെ പ്രൊട്ടിസ്റ്റ ആഡ് ചെയ്തു ഏണസ്റ്റ് ഹെക്കൽ, പിന്നെ മൊണീറ ആഡ് ചെയ്തു, കോപ്ലാൻഡ്, പിന്നെ ഫഞ്ചൈ ആഡ് ചെയ്തു RH വിറ്റക്കറിൻ്റെ 5 കിങ്ഡം ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. RH വിറ്റക്കർ 5 കിങ്ഡം, ഈ 5 കിങ്ഡംസ് ആണ് ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആനിമൽ കിങ്ഡവും പ്ലാന്റ് കിങ്ഡവും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആനിമൽ കിങ്ഡത്ത് കൂട്ടു, പ്ലാന്റ്സിനെ പ്ലാന്റ് കിങ്ഡത്ത് കൂട്ടു. പിന്നെ ഫഞ്ചൈ വന്നു, പിന്നെ പ്രൊട്ടിസ്റ്റ വന്നു. പ്രൊട്ടിസ്റ്റയിൽ യൂണിസെല്ലുലാർ യുക്കാരിയോട്സ് ആണുള്ളത്. മൊണീറയിൽ പ്രൊക്കാരിയോട്സ് ആണുള്ളത്. പ്രൊക്കാരിയോട്ടിക് സെൽ അതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ മൊണീറയിൽ പ്രൊക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രം നമ്മൾ എന്ത് ചെയ്തു, കിങ്ഡം മൊണീറയിൽ ഇട്ടു. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കിങ്ഡം പിന്നെ വന്നു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫൈലനെ നമ്മൾ കിങ്ഡത്തിലേക്ക് ഇടുകയാണ് ചെയ്തത്. കിങ്ഡം മൊണീറയിൽ വെറും പ്രൊക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ യൂണിസെല്ലുലാർ ആണ്, ഒരൊറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതെന്താണ്, പ്രൊക്കാരിയോട്ടിക് അല്ല, യൂക്കാരിയോട്ടിക് ആയിട്ടുള്ളതാണ്, ഒരൊറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ കിങ്ഡം ഫഞ്ചൈ മൾട്ടി സെല്ലാർ ഓർഗാനിസം തന്നെയാണ്, പക്ഷെ അത് വേറൊരു അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് വരാൻ കൈറ്റിൻ പ്രസൻ്റ് ആണ് അതിൻ്റെ സെൽ വാളിൽ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ആനിമൽ കിങ്ഡം, പിന്നെ പ്ലാന്റ് കിങ്ഡം ആണ് വരുന്നത്. ഓക്കെ, നോക്കാനുള്ളത് കുറച്ച് സ്പീഷീസിൻ്റെ കോമൺ നെയിം, അതുപോലെ ബയോളജിക്കൽ നെയിം, പിന്നെ നമ്മുടെ ജീനസ്, ഫാമിലി ഏത് ഓർഡറിലാണ്, ഏത് ക്ലാസ്സിലാണ്, ഏത് ഫൈലത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് മാനിനെ നമുക്കറിയാം ബയോളജിക്കൽ നെയിം ഹോമോ സാപ്പിയൻസ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ഈ ഹോമോ എന്നുള്ളത് ജീനസ് ആൻഡ് സാപ്പിയൻസ് ഇസ് ദ സ്പീഷീസ്. ഓക്കെ, ഹോമോ ജീനസ്, പിന്നെ സാപ്പിയൻസ് സ്പീഷീസും. ഇനി അതിൻ്റെ ഫാമിലി വരുന്നത് ഹൊമിനിഡേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആനിമൽസിൻ്റെ ഫാമിലി അവസാനിക്കുന്നത് ഇഡേ എന്നുള്ള വേർഡിലാണ് അവസാനിക്കുന്നത് അല്ലേ. പിന്നെ ഓർഡർ എന്ന് പറയുന്നത് പ്രൈമാറ്റ ആണ് വരുന്നത്. പിന്നെ ക്ലാസ് എന്ന് പറയുന്നത് മെമേലിയ ക്ലാസ് ആണ് വരുന്നത്. പിന്നെ ഫൈലം ഓർ ഡിവിഷൻ കോഡേറ്റ. അപ്പോൾ ഹൊമിനിഡേ, പ്രൈമാറ്റ ആണ് ഓർഡർ, പിന്നെ മെമേലിയ ക്ലാസ്, ഫൈലം കോഡേറ്റ എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് പ്രസന്റ് ആണെന്ന് അർത്ഥം. ഇനി ഹൗസ് ഫ്ലൈൻ്റെ നെയിം എന്ന് പറയുന്ന ബയോളജിക്കൽ നെയിം മസ്ക ഡൊമസ്റ്റിക്ക എന്നുള്ളതാണ്. മസ്ക എന്ന് പറയുന്ന ജീനസ്, പിന്നെ ഡൊമസ്റ്റിക്ക എന്ന് പറയുന്ന സ്പീഷീസ് നെയിം. അത് ഫാമിലി വരുന്നത് മസിഡേ എൻഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ, ഇഡേ എന്നുള്ള വേർഡിലാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് അത് എന്താണ്, ഒരു ആനിമൽ ഫാമിലി ആണെന്ന് അർത്ഥം. ഇനി ACA എന്നുള്ളത് എൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഒരു പ്ലാന്റ് ഫാമിലി ആണെന്നാണ് അർത്ഥം. ഓക്കെ ആൻഡ് ദെൻ ഇതിൻ്റെ മസിഡേൻ്റെ ഓർഡർ വരുന്നത് ഡിപ്റ്റീറ ആൻഡ് ക്ലാസ് വരുന്നത് ഇൻസെക്ട, ഫൈലം ആർത്രോപോഡ. ആൻഡ് ദെൻ വന്നതാണ് മാംഗോൻ്റെ ബയോളജിക്കൽ നെയിം മാഞ്ചിഫറ ഇൻഡിക്ക, ജീനസ് മാഞ്ചിഫറ. പിന്നെ അത് വരുന്ന ഫാമിലി ഏതാ നോക്കൂ, അനാകാർഡിയേസിയെ ആണ് വരുന്നത്. സാപ്പിൻ ഡെയിൽസ്, പിന്നെ ഡൈക്കോട്ട്ലിഡനെ, ആൻജിയോസ്പെർമെ. ഓക്കെ, ഡൈക്കോട്ട്ലിഡൻ ആണ് ക്ലാസ് വരുന്നത് മാംഗോൻ്റെ. ഇനി വീറ്റ് ട്രൈറ്റിക്കം ഈസ്റ്റിവം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മോണോകോട്ട്ലിഡൻ്റെ എക്സാമ്പിൾസിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നതാണ്. മോണോകോട്ട്ലിഡൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോട്ട്ലിഡനെ ഉണ്ടാവുള്ളൂ. വീറ്റ്, റൈസ് ഒക്കെയാണ് മോണോകോട്ട്ലിഡൻ്റെ എക്സാമ്പിളിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് ഞാൻ ഓർത്ത് വെച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രൈറ്റിക്കം ഈസ്റ്റിവം എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ആൻഡ് ജീനസ് നെയിം ട്രൈറ്റിക്കം പൊയേസിയെ. നമ്മൾ വീട്ടിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാമിലി ആൻഡ് ഓർഡർ ഏകദേശം ഒരേ വേർഡ് തന്നെയാണ് വരുന്നത്. പൊയേസിയെ എന്നുള്ളത് ഫാമിലി, ACA എന്നുള്ളതാണ് അവസാനിക്കുക അല്ലേ. പിന്നെ പൊയേൽസ് ആണ് അതിൻ്റെ ഓർഡർ, ഏകദേശം സെയിം വേർഡ് ഒക്കെയാണ് വരുന്നത് അല്ലേ. പിന്നെ മോണോകോട്ട്ലിഡനെ, പിന്നെ ആൻജിയോസ്പെർമെ. ഓക്കെ, അപ്പോൾ
ഈ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇത് ഏതാണ് വരുന്നത്? അപ്പോൾ മാന് ഹോമോ സാപ്പിയൻസ്, ഹോമോ ആണ് ജീനസ്, ഹോമിനിഡെ ആണ് ഫാമിലി, പ്രൈമാറ്റ, മെമ്മേലിയ, കോഡേറ്റ. പിന്നെ ഹൗസ് ഫ്ലൈ മസ്ക ഡൊമസ്റ്റിക്ക, മസ്ക, മസിഡെ. ഓക്കെ, മസ്ക വരുമ്പോൾ മസിഡെ. പിന്നെ ഡിപ്റ്റീര, ഡിപ്റ്റീര എന്നുള്ളത് മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഹൗസ് ഫ്ലൈന്റെ മസ്ക ഡൊമസ്റ്റിക്ക എന്നുള്ള പേര് പഠിക്കുക. പിന്നെ ജീനസിൽ മസ്ക, പിന്നെ ഫാമിലി ഏതാ? മസിഡെ. ഓക്കെ, ആൻഡ് ദെൻ ഓർഡർ ഡിപ്റ്റീര എന്ന് പഠിക്കാണ്ട്. പിന്നെ നമുക്കറിയാം ഹൗസ് ഫ്ലൈ ഇൻസെക്റ്റിലാണ് പെടുന്നത്. പിന്നെ അതിന്റെ ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡ. അതൊക്കെ നമുക്ക് തന്നെ പഠിക്കും. പിന്നെ മാംഗോന്റെ മാഞ്ചിഫറ ഇൻഡിക്ക, മാഞ്ചിഫറ എന്നുള്ളത് ജീനസ്, അനാക്കാഡിയസി, സാപ്പിൻഡെയിൽസ്, പിന്നെ ഡൈക്കോട്ലിഡനെ, ആൻജിയോസ്പെർമി. ഇതാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. മാനിന്റെ നമുക്കറിയാം. ഓക്കെ, പിന്നെ വീറ്റിന്റെ ട്രൈറ്റിക്കം ഈസ്റ്റിവം എന്ന് പേര് പഠിക്കുക. ട്രൈറ്റിക്കം ആണ് വരുന്നത്. പിന്നെ ഫാമിലി ആൻഡ് ഓർഡർ ഏകദേശം റിലേറ്റഡ് ആണ് പൊയേസിയ, പോയൽസ്. പിന്നെ നമ്മൾ മോണോകോട്ലിഡന്റെ എക്സാമ്പിളിൽ നമ്മൾ പഠിക്കുന്നതാണ് വീറ്റ്, റൈസ് ഒക്കെ വരുന്നത്. അപ്പോൾ മോണോകോട്ലിഡനെ എന്നുള്ളത് വീറ്റ് മോണോകോട്ലിഡനെ ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ആൻജിയോസ്പെർമി, ഇത് രണ്ടും ആൻജിയോസ്പെർമയാണ് വരുന്നത്. ഓക്കെ, അതാണ് ട്രിക്ക്. സോ ഇത്രയാണ് നമ്മുടെ ലിവിങ് വേൾഡ് ഉള്ളത്. ഇനി നമ്മൾ ഇതിന്റെ PDF നോട്ട്സ് ആൻഡ് ദെൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, don't forget to like, share and subscribe. Okay, thank you.